പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും ഇന്ന് എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനന പെരുന്നാളിലേക്ക് പരിശുദ്ധ സഭയും സഭയുടെ മക്കളും നോമ്പാലും പ്രാർത്ഥനയാലും കാത്തിരിക്കുന്ന എൽദോ നോമ്പിന്റെ പ്രത്യേക ദിനങ്ങളാണല്ലോ ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, ഹൂദോസീത്തോ ഞായർ മുതൽ ജനന പെരുന്നാൾ അല്ലെങ്കിൽ ക്രിസ്തുമസ് ദിനം വരെ ഈ ഉള്ള കാലയളവാണ് എൽദോ നോമ്പ്. ഈ എൽദോ നോമ്പിന്റെ ഈ കാലയളവിൽ പരിശുദ്ധ സഭയില് ഈ എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ വായിക്കും. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് അനുബന്ധിച്ചുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ സഭാ കലണ്ടർ പ്രകാരം അത് വായിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് തൊട്ടു മുമ്പ് കർത്താവിന്റെ പാത ഒരുക്കുവാൻ വേണ്ടി യോഹന്നാൻ സ്നാപകൻ വരുന്നു. ആ യോഹന്നാൻ സ്നാപകന്റെ ആ വരവിന് മുമ്പ് സക്കരിയ പുരോഹിതന്റെ അടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുള്ള ദൂതൻ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറയുന്നുണ്ട്, വാർദ്ധക്യത്തിൽ നിനക്കൊരു മകനെ ലഭിക്കും. പക്ഷെ വാർദ്ധക്യത്തിലായതുകൊണ്ട് ആ മകനെ ലഭിക്കും എന്ന് പറയുമ്പോൾ സക്കരിയ പുരോഹിതൻ കൃത്യമായിട്ട് അത് വിശ്വസിക്കുന്നില്ല. അവിശ്വാസം കാരണത്താൽ ഒരടയാളം കൊടുക്കുന്നു. സക്കരിയ പുരോഹിതൻ ഊമനായി മാറുന്നു. പിന്നീട് എലിസബത്ത് ഗർഭം ധരിക്കുന്നു. ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുന്നു. 8-ാം നാളിൽ പരിച്ഛേദനയുടെ സമയത്ത് എലിസബത്തിന്റെ അടുത്ത് ചോദിക്കുന്നു, ഈ കുഞ്ഞിന്, ഈ മകൻ എന്ത് പേരിടണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ എലിസബത്ത് പറയുന്നു, യോഹന്നാൻ എന്ന് പേരിടണം. എന്നാൽ നമ്മുടെ ചാർച്ചയിൽ ആർക്കും ഈ പേരില്ലല്ലോ എന്ന് പറയുമ്പോൾ സക്കരിയ പുരോഹിതന്റെ അടുത്ത് സക്കരിയ പുരോഹിതൻ ഒരു എഴുത്തുപലക ചോദിക്കുകയും എഴുത്തുപലകയിൽ യോഹന്നാൻ എന്ന് എഴുതുകയും ആ സമയം തന്നെ ദൈവം ആ സംസാരശേഷി തിരികെ നൽകിക്കൊണ്ട് ആ ഒരു സംഭവമെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് അവിടെ ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സക്കരിയ പുരോഹിതൻ അവിടെ പ്രവചിക്കുന്ന ഒരു ഭാഗം, ആ ഭാഗം നമുക്ക് വേദപുസ്തകത്തിൽ വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ലൈവ് ആരംഭിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 67 മുതലുള്ള വാക്യങ്ങളാണ്. സക്കരിയാവിന്റെ പ്രവചനമാണ്. അത് നമുക്കൊന്ന് വായിക്കാം. അവന്റെ അപ്പനായ സക്കരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളിൽ നിന്ന്, നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കൈകളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്, നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമെല്ലാം ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തുകൊണ്ടും ആകുന്നു. നീയോ പൈതലേ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്രത കരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാ പരിജ്ഞാനം കൊടുക്കാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രത കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ആ ആർദ്രത കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. സക്കരിയ പുരോഹിതന്റെ ഈ പ്രവചനത്തിന്റെ അവസാനം, ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. വളരെ അർത്ഥവത്തായിട്ടുള്ള ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണം നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ കാണാം. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മളോടൊപ്പം ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് നമുക്കെല്ലാം പരിചയമുള്ള
നമുക്കിതിനു മുമ്പ് വളരെ അറിവുകളും വിജ്ഞാനപ്രദമായ ലൈവുകളും ഒക്കെ ചെയ്തു തന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഷിബു ജേക്കപ്പച്ചായനാണ്. ഷിബു ജേക്കപ്പച്ചായനെ ഹാർദവമായിട്ട് ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ലൈവിലായിരിക്കുന്ന അനേകം പ്രേക്ഷകരുണ്ട്. ക്ലബ് ഹൗസിൽ നമ്മളോടൊപ്പം ഇപ്പൊ ലൈവ് സ്ട്രീം ചെയ്തിട്ടുണ്ട്. ക്ലബ് ഹൗസിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്ന എല്ലാവരെയും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്തു. ത്രിയേക ദൈവത്തിന്റെ വന്ദിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ യെശയ്യാ പ്രവാചകന്റെ ഒരു പ്രവചനം സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന ആ സന്ദർഭം വിവരിക്കുമ്പോഴാണ് സുവിശേഷകൻ ഈ വാക്യം അവിടെ ഉദ്ധരിക്കുന്നത്. വീണ്ടും ഒരു ക്രിസ്മസ് കാലം സമാഗതമായിരിക്കുകയാണ്. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും ദീപാലങ്കാരങ്ങളും ക്രിസ്മസ് ഗീതങ്ങൾ പാടുന്ന സംഘങ്ങളും എല്ലാം ആയിട്ട് ക്രിസ്മസിന്റെ ആ സന്തോഷം ലോകം മുഴുവൻ നിറയ്ക്കുന്ന സമയമാണ്. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ആൽബർട്ട് പറഞ്ഞതുപോലെ ഈ ജന്മപെരുന്നാളിലേക്കുള്ള കാത്തിരിപ്പിന്റെ കാലങ്ങളാണ്. ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന ക്രിസ്മസ് വരെയുള്ള എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ യേശു ക്രിസ്തുവിന്റെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. അതുകൂടാതെ എല്ലാ നമസ്കാരങ്ങളിലും ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നമസ്കാരങ്ങൾ നമ്മൾ നോക്കിയാൽ ഓരോരോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇവന്റുകൾ, സകരിയ പുരോഹിതനോടുള്ള അറിയിപ്പ്, അതിനുശേഷം ദൈവമാതാവിനുള്ള അറിയിപ്പ്, അതിനുശേഷം വിശുദ്ധ മറിയാം എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്നത്, അതിനുശേഷം വിശുദ്ധ യോഹന്നാന്റെ ജനനം, അതിനുശേഷം യോസേപ്പ് അവനോടുള്ള അറിയിപ്പിന്റെ കാലം, ഇന്ന് നാളെ എൽദോയ്ക്ക് മുമ്പുള്ള ഞായറാഴ്ചയാണ്. അതിനുശേഷം അടുത്ത ശനിയാഴ്ച നമ്മുടെ ക്രിസ്മസോടുകൂടി ഈ എൽദോ കാലം അവസാനിക്കുകയാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം പ്രകാശത്തിന്റെയും ഉദയത്തിന്റെയും ഒക്കെ പെരുന്നാളാണ് ഈ ക്രിസ്മസ്. അതിനുശേഷം വരുന്ന ദനഹ പെരുന്നാൾ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അനാദിയായി പിതാവിൽ നിന്ന് ഏകനായി ജനിച്ചവനും വിശുദ്ധ തൃത്വത്തിൽ ഒരുവനുമായ പുത്രൻ തമ്പുരാൻ ദൈവികമായ തന്റെ നിലയിൽ നിന്ന് താണിറങ്ങി തന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ രൂപമെടുത്ത് അവരിൽ ഒരാളായി ജീവിച്ചു എന്ന അത്ഭുതകരമായ രഹസ്യത്തിന്റെ ആഘോഷമാണ് നമ്മുടെ ഈ ക്രിസ്മസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ രക്ഷിതരാം ജാതികളെ വരുവിൻ, നിങ്ങൾ തനയൻ തൻ ജനനത്തിൽ സ്തോത്രം പാടിൻ. കൈകൊട്ടി പാടിടുവിൻ നിങ്ങൾ, തനയൻ തൻ ജനനത്തിൽ സ്തോത്രം പാടിൻ. താണത്തീട്ടീറേന്മാർ ബേദലഹേമി തനയൻ തൻ ജനനത്തിൽ സ്തോത്രം പാടിൻ. സ്വർഗോന്നത സ്വർഗമവൻ നീകി സ്തോത്രം, തനയൻ തൻ ജനനത്തിൽ സ്തോത്രം പാടിൻ. ഇവിടെ ലിറ്റർജി എന്നുള്ള മനോഹരമായ ഒരു ഗീതമാണ് നമ്മൾ കേട്ടത്. മഞ്ഞും കുളിരും നിറഞ്ഞ ആ രാത്രിയിൽ, ആ ക്രിസ്മസ് രാത്രിയിൽ മലാഖ ഗണങ്ങളും ചുരുക്കം ചില മനുഷ്യരെ ഒത്തുചേർന്ന് ദൈവത്തിന്റെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചു. പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും വിസ്മയത്തോടെ നിന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ആദ്യജാതനെ വീണ്ടും ഭൂതലത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് ദൈവം അരുളി ചെയ്തു. അപ്പൊ നമ്മൾ ഈ പാട്ടിലേക്ക് ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വെറും ഭാവനകളാണെന്നല്ല, തിരുവചനം തന്നെയാണ്. ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് ദൈവം അരുളി ചെയ്തു. അപ്പം ബേത്ലഹേമിലേക്ക് ഇടപെടാതെ മലാഖഗണങ്ങൾ വന്നിട്ട് ആ പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശുവിനെ നമസ്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആട്ടിടയന്മാരോട് ആ സമയത്ത് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുന്നു, സർവ്വലോകത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. അപ്പം സർവ്വലോകത്തിന് എന്ന് പറഞ്ഞാൽ മുഴുവൻ മനുഷ്യവർഗത്തിനുമായിട്ട് ദൈവം തന്ന ഒരു സമ്മാനമാണ് മനുഷ്യാവതാരം ചെയ്ത
വിശുദ്ധ തൃത്വത്തിൽ ഒരുവനായിരിക്കുന്ന പുത്രൻ തമ്പുരാൻ കർത്താവായ യേശു ക്രിസ്തു. ആൽവിൻ. അപ്പോ നമുക്ക് ഈ പ്രത്യേക ദിവസങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത ഈ സംഭവങ്ങളെ ഓർക്കുന്ന ദിവസങ്ങളിൽ മനുഷ്യാവതാരം കൊണ്ട് മനുഷ്യവർഗത്തിന് എന്തൊക്കെ നേട്ടങ്ങളാണ്, എന്തൊക്കെയാണ് എല്ലാ മനുഷ്യർക്കും കിട്ടിയിരിക്കുന്ന രക്ഷ, അല്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനെപ്പറ്റി ഷിബിച്ചാന്റെ അഭിപ്രായങ്ങൾ ഒന്ന് പറയാമോ? അതെ, ഈ ജഡാവതാരം ഇൻകാർണേഷൻ എന്ന് പറയുന്നത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ പാർത്തു. അതായത് ദൈവം, പുത്രനായ ദൈവം, വചനമായ ദൈവം, ലോഗോസ് എന്നാണ് ഈ വചനമായ ദൈവത്തെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ വചനമായ ദൈവം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ ഒരു മനുഷ്യനായിട്ട് അവതരിക്കുകയാണ്. അപ്പൊ ദൈവത്തെ പറ്റി പഠിക്കുവാനും മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കാത്ത വിധം വലിപ്പമേറിയതും അഗോചരനും അപരിമേയനും അത്ഭുതവാനുമാണ് ദൈവം. പൂർണ്ണമായും ദൈവത്തെ മനസ്സിലാക്കാനുള്ള കഴിവൊന്നും സൃഷ്ടികളായ നമുക്ക് ഇല്ല. അപ്പോ ദൈവത്തെ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കണമെങ്കിൽ ദൈവം തന്നെ അതിനൊരു വഴി കണ്ടെത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോ അതിനായിട്ട് ദൈവം സ്വയം പരിമിതപ്പെടുത്തി. കാലത്തിനും സമയത്തിനും ഒക്കെ വെളിയിൽ നിൽക്കുന്ന ആ ഒരു ദൈവിക അലോകത്ത് നിന്ന് അവൻ സ്വയം പരിമിതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ലോകത്തേക്ക് ഇറങ്ങി വന്നു. കന്യക മറിയാമിൽ നിന്ന് ശരീരം എടുത്തു, അവളുടെ പുത്രനായിട്ട് ജനിച്ചു. അമ്മയെ പോലെ ഇരിക്കുന്ന ഒരു ശിശു, നമ്മുടെ ലിറ്ററേച്ചറിൽ കാണാം, ശിശു അമ്മയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യര് നമുക്ക് മനസ്സിലാവുന്ന ഒരു രൂപത്തിൽ, നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന രൂപത്തിൽ ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുകയാണ്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അലക്സാൻഡ്രിയയിലെ വിശുദ്ധ അത്താനേസ്യോസ് പിതാവ്, നമുക്കെല്ലാം അറിയാം, AD 367 അദ്ദേഹമാണ് ആദ്യമായിട്ട് തന്റെ ഈസ്റ്റർ സന്ദേശത്തിൽ നമ്മൾ ഇന്ന് വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്ന പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ ക്രോഡീകരിച്ച് ഇതാണ് പുതിയ നിയമ കാനോനെ ഉപയോഗിക്കാൻ കൊള്ളാമെന്ന് ആദ്യമായിട്ട് പറയുന്നത്. ആ അത്താനേസ്യോസ് പിതാവിന്റെ വളരെ പ്രശസ്തമായ ഒരു കൊട്ടേഷൻ ഉണ്ട്: അവനോട് തുല്യം നാം ആവാൻ നമ്മെ പോലെ അവനായി. എന്ന് പറഞ്ഞാൽ നാം ദൈവത്തെ പോലെ ആകുവാൻ, ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായിട്ട് മാറുവാൻ, നമ്മൾ ദൈവങ്ങളായിട്ട് മാറാനല്ല, ദൈവത്തിന്റെ സ്വഭാവങ്ങളുള്ളവരായിട്ട് മാറുവാനായിട്ട് അവൻ നമ്മെ പോലെ അവതരിച്ചു. ഇത് നമ്മുടെ പ്രഭാത നമസ്കാരത്തിലെ ഒരു ഗീതത്തിൽ നമ്മൾ വളരെ പരിചിതമായ ഒരു ഗീതമാണ്. നിർമ്മലമാ മുതിരേ നിർമ്മലമായ എന്നുള്ള സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ നമസ്കാര ക്രമത്തിലെ ഈ ഒരു ഗീതം, ആ ഒരു 2 വരികൾ നമുക്കൊന്ന് കേൾക്കാം. ആ ഗീതത്തിൽ പറഞ്ഞതുപോലെ തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു. നാം തന്നെ പോലെ ആയി തീരുവാനായിട്ട്, ദൈവസ്വഭാവം കാണിക്കുവാനായിട്ട്, ആ ദൈവസ്വഭാവം പ്രതിഫലിപ്പിക്കുന്നവരായി തീരുവാനായിട്ട് അവൻ നമ്മുടെ രൂപം കൈക്കൊണ്ടു. എത്ര മഹത്തായ ഒരു കാര്യമാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ആൽവിയുടെ ചോദ്യം ഇതായിരുന്നു: യേശു കർത്താവിന്റെ ജനനം മൂലം അല്ലെങ്കിൽ ജഡാവതാരം മൂലം മനുവരാശിക്കുണ്ടായ ഏറ്റവും വലിയ ഗുണങ്ങൾ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അനേകം കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. എന്നാലും നമ്മുടെ ഈ 1 മണിക്കൂർ ലൈവിനുള്ളിൽ അത് എടുക്കാനായിട്ട് ഞാൻ 4 പോയിന്റുകളാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. 4 പോയിന്റ്. അതില് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകൽച്ച സംഭവിച്ച ആദാമിന്റെ സന്തതി പരമ്പരയെ വീണ്ടെടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെടുത്തിയ തേജോമയമായ ജീവിതം വീണ്ടും അവർക്ക് നൽകുവാനായിട്ട് ഒരു രക്ഷാനായകനെ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ഈ മനുഷ്യാവതാരത്തിന്റെ ഏറ്റവും വലിയ പ്രയോജനം. അവനിലൂടെയാണ് നമുക്ക് ആ തൃത്വത്തിലേക്കും പിതാവിലേക്കുമുള്ള പ്രവേശനമുള്ളത്. ബൈബിളിൽ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഈ രക്ഷയുടെ അനുഭവത്തിന് വിവിധ തലങ്ങളുണ്ട്. ഓർത്തഡോക്സിയുടെ വിശ്വാസം അനുസരിച്ച് രക്ഷയുടെ തലം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഒരു ദിവസം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ മനുഷ്യരാലെ സംഭവിക്കുന്ന ഒരു ഇവന്റ് അല്ല. അതൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള യാത്രയാണ്. രക്ഷയുടെ അനുഭവത്തിന് വിവിധ തലങ്ങളുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ, ഒന്നാമത്തേത് കുരിശിലെ തന്റെ മരണത്താൽ സ്വർഗീയരെയും മൺമയരെയും നിരപ്പിലെത്തിച്ച രക്ഷയുടെ അനുഭവമാണ്. അത് ഓൾറെഡി യേശു കർത്താവ് എസ്റ്റാബ്ലിഷ് ചെയ്ത് തന്നു കഴിഞ്ഞ അനുഭവമാണ്. ആദാവിനെയും അവന്റെ സർവ്വസന്താനങ്ങളെയും
മരണത്തിന്റെ കയങ്ങളിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് മശിഹ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു. നമ്മുടെ ആരാധനാക്രമത്തിൽ വ്യക്തമായും കൃത്യമായിട്ടും നമ്മുടെ പെരുന്നാളിന്റെ ഗീതങ്ങളിലെല്ലാം നമ്മളിത് പറയുന്നതാണ്. അടുത്ത തലം എന്ന് പറയുന്നത് വിശുദ്ധ മാമോദീസയുടെ നിത്യജീവനായിട്ട് നമ്മൾ മുദ്ര കുത്തപ്പെടുകയാണ്. നമ്മൾ ഓരോരുത്തരും മുദ്ര കുത്തപ്പെടുകയാണ്. അപ്പം വിശുദ്ധ സഭയോട് ചേർന്ന് വളർന്ന് ക്രിസ്തു എന്ന തലയോളം വളരുക, അതാണ് ആ ഒരു യാത്രയാണ് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാമോദീസയിൽ ആരംഭിച്ച് അത് നമ്മുടെ മരണം വരെ എൻഡ് ചെയ്യില്ല, അത് നിത്യതയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രസീവുള്ള യാത്രയാണ്. ഇനി അവസാനം രക്ഷയുടെ മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് അവനോടൊപ്പം നിത്യജീവന്റെ അനുഭവത്തിലേക്ക് രണ്ടാമത്തെ വരവിൽ കടന്നു പോകാനുള്ള ഒരു പ്രത്യാശയാണ്. അതാണ് മൂന്നാമത്തെ തലം. അപ്പൊ നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരം കൊണ്ടുണ്ടായ ആദ്യത്തെ പ്രയോജനം എന്ന് പറയുന്നത് ദൈവത്തെ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ, ദൈവത്തെ നമ്മുടെ തന്നെ രൂപത്തിൽ നമ്മെ പോലെ ഒരാളായിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 30-ാം വാക്യത്തിൽ പൈതലായ യേശുവിനെ ദേവാലയത്തിലേക്ക് സമർപ്പിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും കുഞ്ഞുമായിട്ട് പോകുന്ന ഒരു രംഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ വെച്ച് വൃദ്ധനായ ശിമിയോൻ യേശു കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് പറയുകയാണ്, ഹൃദയസ്പർശിയായിട്ടൊരു വാക്യം സുവിശേഷൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ആ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് പറയുകയാണ് വൃദ്ധനായ ശിമിയോൻ പറയാണ്, സകല ജാതികൾക്കും വെളിപ്പെടുവാനുള്ള നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. അപ്പം മനുഷ്യന്റെ അദമ്യമായ ആഗ്രഹമാണ് ദൈവത്തെ കാണുക, അല്ലെങ്കിൽ ദൈവത്തെ കണ്ടെത്തുക എന്ന് പറയുന്നത്. ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് ജഡാവതാരത്തിൽ, അല്ലെങ്കിൽ വചനമായ ദൈവത്തിന്റെ ജഡാവതാരത്തിൽ സംഭവിച്ചിരിക്കുന്നത്. തന്റെ വാർദ്ധക്യത്തിന്റെ അന്ത്യത്തിൽ സുവിശേഷം എഴുതാനായിട്ട് ചുലിയേൽപ്പിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ സുവിശേഷത്തിൽ എഴുതുകയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിലാണ് നമ്മൾ ഇത് കാണുന്നത്. പിന്നീട് തന്റെ ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ അദ്ദേഹം പറയുകയാണ്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ ജീവനെ ഞങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അതാണ് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, ദൈവം ഇന്ന് നമ്മോട് കൂടെ ഉണ്ട്. അതാണ് ആ ജഡാവതാരത്തിലൂടെ നമുക്ക് കിട്ടിയ ആദ്യത്തെ ഒരു ഗീതം, ആ ഒരു അനുഗ്രഹം. ഈ ക്രിസ്മസിന്റെ ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള മറ്റൊരു ഗീതം നമുക്ക് കേട്ടിട്ട് ഇതിന്റെ കൂടുതൽ തിരിച്ചു വരാം. ബേത്ലഹേം വഴി പോകുമ്പോൾ ഞാനൊരു കന്യകയെ കണ്ടു. എന്നിട്ട് അവരുടെ ഭാവന നിറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. എങ്ങനെയാണ് ഒരു കന്യക ആ ദൈവത്തെ, വചനമായ ജനിച്ച ദൈവത്തിലെ താരാട്ട് പാടി ഉറക്കുന്നത്. ശ്രദ്ധിക്കുക ആ ലൈനുകൾ. ഞാനൊരു പെൺമണിയെ കണ്ടു, കന്യകയവളോ സ്തന്യവതി, വീണ്ടുന്നവളൊരു പൈതലിനെ. കന്യകയാണവൾ മാതാവാ, ഈശകൃപാവര സമ്പൂർണ. മാനസധീരത നൽകിക്കൊണ്ടോതി മഹാത്ഭുതമെന്നോടാ, അവനാഗതനായി നിറവേറ്റി ദർശകരുടെ ദൃഷ്ടാന്തങ്ങൾ. അവനാഗതനായി നിറവേറ്റി ദർശകരുടെ ദൃഷ്ടാന്തങ്ങൾ. അതായത് പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്തിരുന്ന, അനേക വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരുടെ അരുളി ചെയ്തിരുന്ന പ്രവചനങ്ങളുടെ എല്ലാം നിറവേറ്റലായിക്കൊണ്ട് പുത്രനായ ദൈവം മനുഷ്യരായി അവതരിച്ചിരിക്കുകയാണ്. അപ്പോ നമ്മുടെ വിശ്വാസത്തിന്റെ മർമ്മം എന്താണെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ തന്റെ ലേഖനത്തിൽ എഴുതുന്നുണ്ട്. തിമോത്തിയോസിന്, തന്റെ പ്രിയ ശിഷ്യനായ തിമോത്തിയോസിന് എഴുതുമ്പോൾ 1 തിമോത്തിയോസ് 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ മർമ്മം എന്താണെന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞു കൊടുക്കുകയാണ് ശിഷ്യൻ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. അപ്പോൾ ദൈവഭക്തിയുടെ മർമ്മം എന്താണെന്ന് പൗലോസ് ശ്ലീഹ കാരണങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നിർവചിക്കുന്നത്
ജഡത്തിൽ വെളിപ്പെട്ടു എന്ന മർമ്മമാണ്. ഹി മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. അപ്പം മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് എന്നുള്ള വാക്യം തെറ്റായിട്ട് പലരും വ്യാഖ്യാനിക്കാറുണ്ട്. മാനിഫെസ്റ്റേഷൻ ആണോ, ഇൻകാർണേഷൻ ആണോ? മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, മായ കാഴ്ച പോലെ കണ്ടെന്നേ ഉള്ളൂ. അപ്പൊ മാനിഫെസ്റ്റഡ് എന്നല്ല, മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് എന്നാണ്, ജഡമായിട്ട് അവതരിച്ചു. അപ്പോൾ അതാണ് ഇൻകാർണേഷൻ. അപ്പം ആദ്യം മുതൽ തന്നെ നമുക്കറിയാം ഇതിനെ സംബന്ധിച്ച് പല പല ആർഗ്യുമെന്റ്സ്, അല്ലെങ്കിൽ പലർക്ക് പല പല വിവരണങ്ങളാണുള്ളത്. അത് പലതും തെറ്റായ ഉപദേശങ്ങളായിട്ട് മാറിയിട്ടുമുണ്ട്. ചിലർ പറയും യേശു ക്രിസ്തു ഒരു മായ കാഴ്ചയായിരുന്നു. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം അവനൊരു സാധാരണ മനുഷ്യനായിട്ട് ജനിച്ചു, ദൈവത്തെ പിന്നീടാണ് വന്നത്. വേറെ ചിലരുടെ അഭിപ്രായത്തിൽ ഉയർപ്പിന് ശേഷമാണ് മഹത്വീകരിക്കപ്പെട്ടത്. പക്ഷേ പരിശുദ്ധ അമ്മയിൽ നിന്ന് ദൈവത്തിന്റെ വചനം ജഡം ധരിച്ച് മനുഷ്യനായി ജാതം ചെയ്തു എന്ന സത്യം അസന്നിഗ്ധമായി യാതൊരു അർത്ഥസംഖ്യയ്ക്കും ഇടയില്ലാതെ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിശ്വാസ പ്രമാണവും അതിന്റെ പ്രാർത്ഥനകളും ലിറ്റർജിയും അതിന്റെ ആരാധനാക്രമങ്ങളും കൂദാശ ക്രമങ്ങളും വളരെ കൃത്യമായിട്ട് അത് നിർവചിക്കുന്നു, പ്രഖ്യാപിക്കുന്നുമുണ്ട്. അപ്പോ നിഖ്യാ വിശ്വാസ പ്രമാണത്തിന്റെ രണ്ടാമത്തെ ഖണ്ഡികയിൽ, നമ്മുടെ വിശ്വാസ പ്രമാണമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം, അതിന്റെ രണ്ടാമത്തെ ഖണ്ഡികയിൽ എത്ര കൃത്യമായിട്ടാണ് ഈ ജഡാവതാരം ചെയ്ത ക്രിസ്തു ആരായിരുന്നു, എന്തായിരുന്നു എന്ന് പിതാക്കന്മാര് എഴുതി വെച്ചിരിക്കുന്നത്. ആൽബിയ വിശ്വാസ പ്രമാണത്തിന്റെ രണ്ടാമത്തെ ഖണ്ഡിക ഒന്ന് പറയുകയായിരുന്നെങ്കിൽ നല്ല നിർത്തി പറഞ്ഞാൽ മതി. ഓക്കെ. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും സകലവും തന്നാൽ നിർമ്മിച്ചവനും മനുഷ്യരായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ഒന്ന് നിൽക്കണം. ഓക്കെ, ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും. അവൻ സർവ്വലോകങ്ങൾക്ക് മുമ്പേ അനാദിയിൽ മാതാവില്ലാതെ പിതാവിൽ നിന്ന് ഹീസ് ബിഗോട്ടൺ ഓഫ് ദ ഫാദർ എന്നാണ്. പിതാവിൽ നിന്ന് ജനിച്ചവനും, സൃഷ്ടിയല്ല പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റിൽ നിന്നുള്ള ദ ലൈറ്റ് ഓഫ് ലൈറ്റ്, സത്യദൈവത്തിനുള്ള സത്യദൈവവും. അവൻ ഒരുപോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന വിശുദ്ധ തൃത്വം. അവരാരും ഒരാളെക്കാൾ താഴെയോ മുകളിലോ അല്ല, ഒരാള് മറ്റൊരാളെക്കാൾ പ്രായം കൂടിയതോ കുറഞ്ഞതോ അല്ല. അവര് ഒരേപോലുള്ള മൂന്ന് ന്യൂമാകൾ സ്ഥിതി ചെയ്യുന്ന ആ പുത്രനായ ദൈവം. ഇനി പറഞ്ഞാൽ അടുത്തായിട്ട് പറയുന്നത് എന്താണ്? മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ കന്യക മറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന് മനുഷ്യനായി പിലാത്തോസിന്റെ ദിവസങ്ങളിൽ പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ. കണ്ടിന്യൂസ് വായിക്കാനാണോ അതോ? വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസ പ്രമാണത്തിലാണ് കൃത്യമായിട്ട് സഭയുടെ ഉപദേശങ്ങള് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഈ ഉപദേശം കുറെ പിതാക്കന്മാര് ഒന്നിച്ചിരുന്ന് അവർ വെറുതെ എഴുതി വെച്ചൊരു സ്റ്റേറ്റ്മെന്റ് അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഓരോ വാക്യങ്ങളും ഓരോ വാക്കുകളും അതിൽ പറഞ്ഞിരുന്നത് വളരെയധികം സ്ക്രിപ്റ്റുകളിലാണ്, വേദപുസ്തക അടിസ്ഥാനത്തിലാണ്. അത് മാത്രവുമല്ല, നിഖ്യാ സുന്നതദോസ് കൂടുന്നത് വേദപുസ്തകത്തിലെ പുതിയ നിയമ പുസ്തകങ്ങൾ ക്രോഡീകരിക്കുന്ന ആ ഒരു സുന്നതദോസ് കൂടുന്നതിന് അല്ലെങ്കിൽ അതിനെ കാനനൈസ് ചെയ്യുന്നതിന് മുമ്പാണെന്നും കൂടി നമ്മൾ ഇതിൽ ഓർത്തിരിക്കണം. അപ്പം സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മളിന്ന് കാണുന്ന രീതിയിലുള്ള ഒരു പൂർണ്ണ വേദപുസ്തകം നമ്മുടെ കയ്യിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ വിശ്വാസപ്പാണ് സഭയിൽ ആദ്യമായിട്ട് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ അവൻ ജനിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ്. പൗലോസ്ലീഹ വീണ്ടും തന്റെ പുത്രൻ ശിഷ്യനായ തിമോത്തിയോസിന് എഴുതുമ്പോൾ 2 തിമോത്തിയോസ് 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. പൗലോസ്ലീഹ വളരെ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ പറയുകയാണ്, ദാവീദിന്റെ സന്തതിയായി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സന്തതി പരമ്പരയിലേക്ക് അവന്റെ ദൈവത്വം ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ അവൻ മനുഷ്യരാശിയിലേക്ക് ഇറങ്ങി വസിച്ച് ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാണ് സുവിശേഷത്തിന്റെ സമ്മറി. അപ്പം ഇൻകാർണേഷന്റെ ഏറ്റവും പ്രധാനമായ പ്രയോജനം അതുവരെ അപരിമേയനായിട്ടും അഗോചരനായിട്ടും നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്ത മനുഷ്യർക്ക് എന്താണെന്ന് വ്യക്തമായ ഒരു ധാരണയില്ലാതിരുന്ന ദൈവത്തെ തന്നെ
നമുക്ക് നേരിട്ട് ഗ്രഹിക്കാവുന്ന രീതിയിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചിന്തിക്കുക, ആരാണ് ഈ ശരീരം ധരിച്ച ദൈവത്തെ ആദ്യമായിട്ട് കാണാൻ ഭാഗ്യം സിദ്ധിച്ച മനുഷ്യൻ? തീർച്ചയായിട്ടും അത് പരിശുദ്ധ അമ്മയാണ്. മനുഷ്യനായി പിറന്നവനെ മനുഷ്യ നേത്രങ്ങൾ കണ്ടതും അവനെ കയ്യിലെടുത്തതും പരിശുദ്ധ അമ്മയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ശിശുവായിട്ട് സ്വയമേ നമുക്ക് കാണാൻ തക്കപോലെ വെളിവായി വന്ന ആ മനുഷ്യ ശിശു ആശ്ചര്യമാകുന്നു. തൻ്റെ ഒരാംഗ്യം കൊണ്ട് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ, ആദാമിനെ അവന്റെ സന്താനങ്ങളെ നാശത്തിലേക്കുള്ള വീഴ്ചയിൽ നിന്ന് രക്ഷിക്കുവാനായി വന്നപ്പോ ഒരു പൈതലിനെ പോലെ കാണപ്പെട്ടു. സ്വർഗീയരും മൺമയരും അവനെ സ്തുതിച്ചു. നമ്മുടെ ലിറ്റർജിയിൽ ഒരുപാട് ആരാധനാ ഗീതങ്ങളുണ്ട്. അത് നമുക്ക് ആ ശിശുവായി സ്വയമേ വെളിവായി എന്നുള്ള പാട്ടിന്റെ ഒരു 2-3 സ്റ്റാൻസ മാത്രം ഒന്ന് കേൾക്കാം. ശിശുവായി സ്വയമേ വെളിവായി നരവേഷത്തിൽ ജീവിച്ചൊരസവ്യത്തിൻ ശിശുധന്യൻ ആജ്ഞ താലുലകം വാഴ്വാൻ ആദാമിനെ സംരക്ഷിപ്പാൻ വന്നൊരു നാളിൽ ശിശുപോൽ ചാഞ്ചാടി വചനം മരനോപദേശിച്ചു ശിശുപോ മോഗത പോകുന്നു സ്തുത്യൻ തദ്വിനയം പ്രവതം ഉന്നതിയെ നീ കൈവിട്ടു മറിയാം നിന്നെ താഴ്ത്തുണിയിൽ ചുറ്റാൻ തത്വവിധത്തിലെ നിൻ ശ്രേഷ്ഠതയെ താഴ്ത്തി പാർക്കുമോ. ഇതൊരു വലിയ നല്ല നീളമുള്ള ഒരു ഗീതമാണ്. അതിന്റെ ചെറിയ 3-4 സ്റ്റാൻസ് മാത്രമേ എടുത്തുള്ളൂ. അതിലെ അവസാന സ്റ്റാൻസായി പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. നിന്നെ പാഴ്ത്തുണിയിൽ ചുറ്റാൻ നിന്റെ മഹാത്മ്യത്തെ നീ സ്വയം താഴ്ത്തി. ഒരു പാവപ്പെട്ടവനായി ധനികനായ ദൈവം, അല്ലെങ്കിൽ എല്ലാത്തിന്റെ അധിപതിയായിരിക്കുന്ന ദൈവം സ്വയം താഴ്ത്തി. അതാണ് അവിടെ പറയുന്നത്. അപ്പോ എൽദോ നോയമ്പിന്റെ കാലത്ത് പരിശുദ്ധ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അല്ലെങ്കിൽ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ തന്നെ എല്ലാ പ്രാർത്ഥനകളിലും പിതാക്കന്മാർ എഴുതിയിരിക്കുന്ന പ്രമിയോൺ സദറ പ്രാർത്ഥനകളിലും ഗീതങ്ങളിലും എല്ലാം തന്നെ സ്വയമേ താഴ്ത്തിയ ദൈവത്തിന്റെ വലിയ മനസ്സിനെ അത്ഭുതത്തോടെയും ആദരവോടെയുമാണ് സഭ കാണുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഓരോ സദറ പ്രാർത്ഥനകളും പിതാക്കന്മാർക്കുണ്ടായ വെളിപാടുകളുടെ കലവറകളാണ്. ഇതിലെല്ലാം പറയുന്ന മർമ്മപ്രധാനമായ ആശയം ഇതാണ്: തന്റെ നിത്യതയുടെ മഹാപരിശുദ്ധ സ്ഥലത്ത് പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ ഒരുമിച്ച് സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കെ തന്നെ കന്യകയുടെ നിർമ്മലമായ ഗർഭപാത്രത്തെ ശുദ്ധീകരിച്ച് അതിൽ കടന്നു വസിക്കുകയും തന്റെ തിരുവിഷ്ടത്താൽ ആ ഹീനാവസ്ഥയിൽ അവളിൽ നിന്ന് ജനിക്കുകയും ഒരു ശിശുവിനെ പോലെ പുൽക്കൂട്ടിൽ കിടന്ന് കൈകാലുകളടിക്കുകയും പ്രപഞ്ചത്തെ തന്റെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കെ തന്നെ ഒരു ബാലികയുടെ കൈകളാൽ താലോലിക്കപ്പെടുകയും അവളുടെ പാൽ കുടിക്കുകയും ചെയ്ത ഉന്നതനായ കർത്താവിന് സ്തുതി. ജന്മപ്പെരുന്നാളിൽ അനേകം സദറ പ്രാർത്ഥനകൾ ധ്യാനപൂർവ്വം നമുക്ക് കേൾക്കാനുണ്ട്. അതെല്ലാം നമുക്കിവിടെ ചർച്ച ചെയ്യാൻ സാധിക്കുകയില്ല. എങ്കിലും ക്രിസ്മസിന്റെ അന്ന് ജനന പെരുന്നാളിന്റെ പ്രഭാത നമസ്കാരത്തിലെ അത് വളരെ നീണ്ട ഒരു സദറയാണ്. നമുക്ക് 2 പാർട്ടായിട്ടൊന്ന് കേൾക്കാം. എങ്കിലും അതിലെ ആശയങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നത് നന്നായിരിക്കും. ജനന പെരുന്നാളിലെ ക്രിസ്മസിന്റെ പ്രഭാത നമസ്കാരത്തിൽ നമ്മുടെ 7 യാമപ്രാർത്ഥനകളാണ് നമുക്കുള്ളത്. അതില് പ്രഭാത നമസ്കാരത്തിലെ സദറായി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം അതിലൊന്ന് കേൾക്കാം. ബാറക്കുമോ ദൈവത്തെ പോലെ നിത്യനായി ആരംഭമില്ലാത്തവനായിരിക്കെ ആരംഭമുള്ളവനായ മനുഷ്യനെ പോലെ അവസാനം കന്യക പ്രസവിച്ച ആദ്യമില്ലാത്ത ശിശുവേ നിനക്ക് സ്തുതി. നിനക്ക് സ്തോത്രം. പ്രകാശങ്ങളുടെ നാഥൻ സൂര്യനെ പോലെ യോഗ്യമായി ഉദരത്തിൽ നിന്നുദിച്ച് തന്റെ ശ്രേഷ്ഠമായ ഉദയത്താൽ സർവസൃഷ്ടികളെയും പൂർണ്ണമായി പ്രകാശിപ്പിച്ചു. ഉദരങ്ങളിൽ ശിശുക്കളെ വളർത്തുന്നവൻ തിരുവിഷ്ടത്തോടെ ഉദരത്തിനുള്ളിൽ ശിശുവായി തീർന്നു. ലോകങ്ങൾക്കും സൃഷ്ടികൾക്കും മുമ്പേ ഉള്ളവനും ദാവീദിനെ സൃഷ്ടിച്ചവനുമായവൻ കാലപൂർണതയിൽ ദാവീദ് പുത്രിയിൽ നിന്ന് പുതുതായി ജനിച്ചു.
തലമുറകളെക്കാളും വംശങ്ങളെക്കാളും പൂർവികൻ കാലാവസാനത്തിൽ ചെറിയ ശിശുവിനെ പോലെ കാണപ്പെട്ടു. ഭൂമിയിലേക്ക് മഴയും മഞ്ഞും അയക്കുന്നവൻ മനുഷ്യനെ പോലെ മനുഷ്യപുത്രിയുടെ മുലകളിൽ നിന്ന് പാല് കുടിച്ചു. തൻ്റെ ശക്തിയാൽ പർവ്വതങ്ങളെ സൃഷ്ടിക്കുന്നവൻ ദരിദ്രനെ പോലെ ഗുഹയിൽ കിടന്നു. തൻ്റെ ബലത്താൽ ആകാശമണ്ഡലത്തെ വഹിച്ചിരിക്കുന്നവനെ പെൺകുട്ടി അവളുടെ കൈകളിൽ ലഘുവായി വഹിച്ചു. ശ്രേഷ്ഠമായ പ്രകാശത്തിൽ ആവാസം ചെയ്തിരിക്കുന്നവൻ എളിയവനെ പോലെ പഴംതുണികളാൽ ആവരണം ചെയ്യപ്പെട്ടു. തൻ്റെ ശക്തിയാൽ ക്രൂബേന്മാരുടെ മേൽ ആരൂഢനായിരിക്കുന്നവൻ മറിയാമിൻ്റെ ഭുജങ്ങളാൽ ശാന്തമായി ആഘോഷിക്കപ്പെട്ടു. തനിക്ക് കാദീശ് പാടുവാനായി ശ്രോപ്പേന്മാരെ ആവേശം കൊള്ളിക്കുന്നവൻ ദാവീദ് പുത്രിയാൽ ആനന്ദപൂർവം താലോലിക്കപ്പെട്ടു. തൻ്റെ ആംഗ്യത്താൽ സൃഷ്ടികളെ പായിക്കുന്നവൻ ബേത്ലഹേമിൽ ശിശുവിനെ പോലെ ശാന്തമായി നീന്തി നടന്നു. ആകയാൽ ഞങ്ങളുടെ രക്ഷയെ പ്രതി നീ പ്രവർത്തിച്ച അത്ഭുതത്തെ വിസ്മയപൂർവം പരിശോധിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള അതിൻ്റെ വ്യാപാരത്തെ അതിശയപൂർവം നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് അത്ഭുതഭരിതരായി ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പറയുന്നു. ദൈവസ്വഭാവത്തിൽ നിന്ന് വ്യത്യാസം വരാതെ നീ മനുഷ്യനായി തീർന്നതിനാൽ ദൈവമേ നീ അത്ഭുതമാകുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി ജഡപ്രകാരം തൻ്റെ ശ്രേഷ്ഠതയാൽ കാണപ്പെട്ടതിനാൽ നീ അത്ഭുതമാകുന്നു. ആകാശവും ഭൂമിയിൽ നിന്നാൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കെ ഗുഹയിൽ കിടന്നതിനാൽ നീ അത്ഭുതമാകുന്നു. നീ ഭയങ്കരമായ നിലയിൽ അതിർത്തിയില്ലാത്തവനായിരിക്കെ കന്യകയുടെ മടിയിൽ സംക്ഷേപിക്കപ്പെട്ടതിനാൽ നീ അത്ഭുതവും നിന്റെ നിത്യത അതിർത്തിയില്ലാത്തതും ആകുന്നു. ശ്രദ്ധിക്കുക, എത്ര ശ്രേഷ്ഠമായിട്ടാണ് ആ ഒരു ഇൻകാർണേഷനെ പറ്റിയുള്ള വിവരണങ്ങൾ ആ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നത്. അവസാനം വരി പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, ദൈവ സ്വഭാവത്തിൽ നിന്ന് വ്യത്യാസം വരാതെ നീ മനുഷ്യനായി തീർന്നതിനാൽ ദൈവമേ നീ അത്ഭുതമാകുന്നു. ഇതാണ് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ശ്രേഷ്ഠമായ വിശ്വാസം. അവൻ തൻ്റെ അമ്മയുടെ ഉദരത്തിൽ സംവഹിക്കപ്പെട്ട ആ നിമിഷം മുതൽ പുൽക്കൂട്ടിൽ ജനിച്ചു വീണപ്പോഴും ആട്ടിടയന്മാരും വിദ്വാൻമാരാലും വന്ദിക്കപ്പെടുമ്പോഴും നസ്രയത്തിലെ ആ കൊച്ചു വീട്ടിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ കളിച്ചു വളരുമ്പോഴും യഹൂദിയയിലെ ഗ്രാമങ്ങൾ തോറും ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ പ്രസംഗിക്കുമ്പോഴും അവൻ കടലുമേൽ നടന്നപ്പോഴും കാറ്റിനെയും കടലിനെയും ശാസ്തിച്ച് അമർത്തുമ്പോഴും 5 അപ്പം കൊണ്ട് 5000 പേരെ അവൻ തൃപ്തരാകുമ്പോഴും ആകാശത്തെയും ഭൂമിയെയും വഹിക്കുമ്പോൾ തന്നെ കാൽവരിയിൽ ഒരു ബലഹീനനെ പോലെ കുരിശിൽ മരിക്കുമ്പോഴും കല്ലറയിൽ അടക്കം ചെയ്യുമ്പോഴും 3-ാം നാൾ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്ക് പോലും ഭേദം കൂടാതെ അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ആയിരുന്നു. ഇതാണ് നമ്മുടെ സഭയുടെ മിയാഫൈസിറ്റിസം എന്ന വിശ്വാസം. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ എല്ലാം വിശ്വാസം ഇതാണ്. ഒരു ഭേദവും കൂടാതെ ആ ഗർഭത്തിൽ ഉരുവായ നിമിഷം മുതൽ അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. അത്ര മഹത്വീകരിക്കപ്പെടുകയാണ് ഈ ഒരു ആ ഒരു മഹത്വകരമായ ഇൻകാർണേഷൻ അല്ലെങ്കിൽ ജഡാവതാരം കണ്ടുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ വീണ്ടും എത്രത്തോളം അത്ഭുതം കൂറിയാണ് സഭ നിൽക്കുന്നതെന്ന് അതിന്റെ ആ ശ്രദ്ധയുടെ ബാക്കി ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. അത് വീണ്ടും നമുക്കത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ശ്രദ്ധയോടെ കേട്ടാൽ മാത്രം മതി, മനസ്സിലാവും. ശ്രേഷ്ഠനായ അദൃശ്യനും അവർണ്ണനുമായ ദൈവമായിരിക്കെ മനുഷ്യനായി തീർന്നതിനാൽ നീ അത്ഭുതമാകുന്നു. മാലാകമാരെയും ഇടയന്മാരെയും മകൂശന്മാരെയും ആകർഷിക്കുകയും അവർ ഉചിതമായി നിന്റെ ബഹുമാന്യതയെ ആരാധിക്കുവാൻ വരികയും ചെയ്തതിനാൽ നീ അത്ഭുതമാകുന്നു. നിന്റെ ജനനത്താൽ മേലുള്ളവരുടെയും താഴെയുള്ളവരുടെയും ഇടയിൽ യോഗ്യമായി നിരപ്പും സമാധാനവും വിതച്ചതിനാൽ നീ അത്ഭുതമാകുന്നു.
നിന്റെ ജന്മദിനത്തിൽ സ്വർഗീയരെയും ഭൗമികരെയും സന്തോഷിപ്പിക്കുകയും മധ്യത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വേലി ശക്തിയോടെ പൊളിച്ചു കളയുകയും ചെയ്തതിനാൽ നീ അത്ഭുതമാകുന്നു. നിന്റെ ആംഗ്യം എല്ലാ ഭാഗങ്ങളെയും അതിർത്തികളെയും വഹിച്ചിരിക്കെ പെൺകുട്ടി നിന്നെ വഹിച്ചതിനാൽ നീ അത്ഭുതമാകുന്നു. ലോകങ്ങളെ ഉത്സാഹപൂർവം പോറ്റുന്നവനായിരിക്കെ സ്തനങ്ങളിൽ നിന്ന് പാല് കുടിച്ചതിനാൽ നീ അത്ഭുതമാകുന്നു. നിന്റെ ജനനത്താൽ സകല സ്വർഗീയരും ഭൗമികരും അതിശയിക്കുകയും നിനക്ക് പൂർണ്ണമായ സ്തുതി നൽകുകയും ചെയ്തതിനാൽ നീ അത്ഭുതമാകുന്നു. നിന്റെ ജനന ദിവസത്തിൽ മേലുള്ളവരെയും താഴെയുള്ളവരെയും നീ സംയോജിപ്പിക്കുകയും അവരൊന്നാകെ നിന്റെ ശ്രേഷ്ഠതയ്ക്ക് സ്തുതിപാഠകന്മാരായി ഭവിക്കുകയും ചെയ്തതിനാൽ നീ അത്ഭുതമാകുന്നു. ഉയരത്തിൽ അഗ്നിരഥം നിന്റെ ബഹുമാന്യതയെ വഹിക്കുകയും നിന്റെ ആംഗ്യം കർത്തവ്യത്തോടെ സൃഷ്ടികളെ വഹിക്കുകയും ചെയ്യവേ കന്യക നിന്നെ വഹിച്ചതിനാൽ നീ അത്ഭുതമാകുന്നു. അഗ്നിമയന്മാർ നിന്റെ തേജസ്സിൽ ചുളുങ്ങിപ്പോകവേ മഹൂഷന്മാരും ഇടയന്മാരും മനുഷ്യനെ പോലെ നിന്നെ സ്പഷ്ടമായി കണ്ടതിനാൽ നീ അത്ഭുതമാകുന്നു. നിന്റെ ജനനാ ദിവസത്തിൽ ആദാമി വർഗത്തിന് വിവിധ നിലകളിൽ നല്ല പ്രത്യാശയുണ്ടായതിനാൽ നീ അത്ഭുതമാകുന്നു. ദൈവത്തെ പോലെ സ്ഫടിക സിംഹാസനത്തിന്മേൽ ആഘോഷിക്കപ്പെടുന്നവനായിരിക്കെ ശിശുവിനെ പോലെ സ്നേഹപൂർവം കാൽമുട്ടുകളിൽ വളർത്തപ്പെട്ടതിനാൽ നീ അത്ഭുതമാകുന്നു. അഹങ്കാരികളായ പിശാചുക്കളുടെ അടിമത്തത്തിൽ നിന്ന് നിന്റെ പ്രതിരൂപത്തെ നിന്റെ ജനനം മൂലം രക്ഷിച്ചതിനാൽ നീ അത്ഭുതമാകുന്നു. തിരുവിഷ്ടപ്രകാരമുള്ള നിന്റെ മനുഷ്യാവതാരത്തിന്റെ ദിവസത്തിൽ സൃഷ്ടിയിൽ നിന്റെ പ്രകാശം ഉദിപ്പിക്കുകയും സകല ദിക്കുകളിൽ നിന്നും അന്ധകാരത്തെ ദൂരീകരിക്കുകയും ചെയ്തതിനാൽ നീ അത്ഭുതമാകുന്നു. വിശുദ്ധമായ നിന്റെ ജനന ദിവസത്തിൽ ദൂരസ്ഥരെ നീ വിളിക്കുകയും അവർ സമീപസ്ഥരോടുകൂടി സമ്മേളിക്കുവാൻ ഇടയാവുകയും ചെയ്തതിനാൽ നീ അത്ഭുതമാകുന്നു. നിന്റെ ജഡധാരണത്താൽ പിതാവിനെ സൃഷ്ടികളുമായി രമ്യപ്പെടുത്തുകയും ഭൂതലത്തിൽ ധാരാളമായി നിരപ്പും സമാധാനം വിതയ്ക്കുകയും ചെയ്തതിനാൽ നീ അത്ഭുതമാകുന്നു. നിന്റെ ജനന ദിവസത്തിൽ സ്വർഗീയന്മാർ കാഹളമൂതി ദാവീദിന്റെ പട്ടണത്തിൽ മെസ്സിയ കർത്താവ് എന്ന രക്ഷകൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സത്യമായി ജനിച്ചിരിക്കുന്നു എന്ന് ഇടയന്മാരോട് പ്രസംഗിച്ചതിനാൽ നീ അത്ഭുതമാകുന്നു. നിന്റെ ജനനത്തിൽ അഗ്നിമയന്മാർ നിനക്ക് സ്തുതിയും ഭൂമിക്ക് സമാധാനവും മനുഷ്യർക്ക് നല്ല ശരണവും വിസ്മയനീയമായി കാഹളമൂതി അറിയിച്ചതിനാൽ നീ അത്ഭുതമാകുന്നു. പാപപരിഹാരം നൽകുന്നവനും അനുതാപികളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കുന്നവനും സഭയുടെ സർവപ്രജകൾക്കും നിത്യസഹായിയും തുണയും ആയിരിക്കണമേ. നിന്റെ ശരണത്തിന്മേൽ പ്രത്യാശയോടുകൂടി മുൻകൂട്ടി നിദ്ര പ്രാപിച്ച വിശ്വാസികളായ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും സകല പരേതർക്കും നല്ല ഓർമ്മ നൽകണമേ. ഞങ്ങളെയും അവരെയും നിന്റെ വലത്തുഭാഗത്ത് സന്തോഷപൂർവം നിൽക്കുന്നതിനും നിന്റെ രാജ്യത്തിലെ വിവിധാനന്ദങ്ങൾ അനുഭവിക്കുന്നതിനും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളും അവരും ഒരുമിച്ച് നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ആമേൻ. എത്ര മനോഹരമായ
ധ്യാനങ്ങളാണെന്ന് ശ്രദ്ധിക്കുക. ജനന പെരുന്നാൾ സന്ധ്യാ നമസ്കാരത്തിന്റെ ഈ സെദറയുടെ അവസാന ഭാഗത്ത് നമ്മൾ അതിന്റെ ചെറിയ ഭാഗം ഞാൻ ഫോർവേഡ് ചെയ്തിരുന്നു. അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അത്ഭുത പരനായ ശിശുവെ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായ നിന്റെ മനുഷ്യാവതാരത്തിന്റെ യഥാർത്ഥ ജ്ഞാനവും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിന്റെ അവതാരത്തെ പ്രതി താല്പര്യമായ സ്തോത്രവും ഞങ്ങൾക്ക് നൽകണമേ. അത്ഭുതപരനായ ശിശുവെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ മനുഷ്യാവതാരത്തിന്റെ യഥാർത്ഥ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. എത്ര ശ്രേഷ്ഠവും കൃത്യമായിട്ടുള്ള ബോധ്യങ്ങളാണ് പിതാക്കന്മാർ എഴുതി വെച്ചേക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഈ സത്യ ആരാധനയും ഈ ബോധ്യങ്ങളും നിലനിൽക്കുന്ന ഒരു സഭയിൽ വിശ്വസിക്കാനും അത് ജനിക്കുവാനും ഭാഗ്യം ശ്രദ്ധിച്ച നമ്മൾ ഓരോരുത്തരും അതിന് ദൈവത്തിന് നന്ദി കരയേറ്റ് തന്നെ വേണം. തീർച്ചയായിട്ടും അതെ അതെ, മഹാഭാഗ്യവാന്മാരാണ് ഈ സഭയിൽ ജനിക്കാനും ഈ പ്രാർത്ഥനകൾ കേൾക്കാനും. പ്രത്യേകിച്ച് ഇപ്പൊ ഈ പ്രാർത്ഥനകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളത് ശ്രദ്ധയോടുകൂടി ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇത്ര അത്ഭുതകരമായ ഒരു ദൈവം നമ്മുടെ മുന്നിൽ വന്ന് അവതരിച്ച് നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തിയൊക്കെ തന്നിട്ട് ഈ ഒരു ദൈവത്തെയാണ് ഇപ്പോൾ അനേകര് ഒരു കുട്ടി ദൈവമാക്കി മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ച് ആ ദൈവത്തെ തന്നെ നാണക്കെടുത്തുന്ന രീതിയിലേക്കുള്ള പല പ്രവർത്തനങ്ങളും നമ്മുടെ ഇടയിൽ കാണാം. ഈ ഒരു പ്രാർത്ഥനകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആ ഒരു പ്രവണതകളൊക്കെ ആളുകൾ മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ജഡാവതാരം കൊണ്ടുള്ള ആദ്യത്തെ പ്രയോജനം നമ്മൾ പറഞ്ഞു, ദൈവത്തെ കാണാൻ സാധിച്ചു എന്നതാണ് ആദ്യത്തെ പ്രയോജനം. രണ്ടാമത്തെ പ്രയോജനം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തെ പുത്രൻ തമ്പുരാൻ നമുക്ക് പൂർണ്ണമായും വെളിപ്പെടുത്തി തന്നു എന്നുള്ളതാണ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തെ യേശുക്രിസ്തു പരിചയപ്പെടുത്തി തരികയാണ് പുതിയ നിയമത്തിൽ. അപ്പോ നമുക്കൊരു സംശയം വരും, പഴയ നിയമ പുസ്തകങ്ങളുടെ ഏടുകളിൽ ഭാഗികമായിട്ടും ചില നിഴലുകളായിട്ടും ദൃഷ്ടാന്തങ്ങളായിട്ടും ഒക്കെയാണ് ദൈവത്തെ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോ ദൈവത്തിന്റെ യഥാർത്ഥ ഹൃദയത്തെ വെളിപ്പെടുത്തുവാൻ ആ പഴയ നിയമ ഗ്രന്ഥകർത്താക്കൾക്ക് ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ ലേഖന കർത്താവ് ഇങ്ങനെയാണ് എഴുതുന്നത്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. ഈ അന്ത്യകാലത്ത് ഭാഗികമായിട്ട് പൂർവ്വകാലത്ത് അറിയിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പുത്രനിൽ കൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഈ ഒരു വാക്യം, ഈ ഒരു വേദവാക്യത്തെ ആസ്പദമാക്കി എൽദോ പെരുന്നാളിന്റെ ഒരു ഗീതത്തിൽ മുറ്റും നീറ്റിൻ നോവെന്നിൽ എന്നുള്ള ആ ഗീതത്തിന്റെ 2-ാമത്തെ സ്റ്റാൻസായിൽ ഈ വാക്യം അതേപോലെ തന്നെ നമ്മുടെ ഒരു ഗീതത്തിൽ നമുക്ക് കാണാം. ഭാഗികമായ ദൃഷ്ടാന്തത്തിൽ നിബിയന്മാർ മൂലം എന്നുള്ള ആ ഗീതം. ഭാഗികമായ ദൃഷ്ടാന്തത്തിൽ നിബിയന്മാർ മൂലം പൂർവികതാതരണായി താതൻ പൂർവം ഭാഷിച്ചു നമ്മോടിന്നീ അന്തിമകാലത്തിൽ വത്സലതനയൻ വഴിയായി ഭാഷിച്ചു അവകാശിയവൻ താൻ മൂലം നിർമ്മിതമായ ലോകം വേദലകിൽ മുകയിൽ ജാതം ചെയ്തോനവനല്ലോ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഗീതത്തിൽ പറയുന്നത് എന്താണ്? അവകാശി അവൻ മൂലം നിർമ്മിതമായ ലോകം ബേത്ലഹേം ഗുഹയിൽ ഈ ശിശുവായി കാണപ്പെട്ടതവനല്ലോ. അപ്പം ആരാണ് ഈ ശിശുവായി കിടക്കുന്നത്? പൗലോസ് ലേഖയാണ് തിരുവെഴുത്തുകളിൽ ഈ ജാതം ചെയ്ത പുത്രനെ പറ്റി നമുക്ക് കൂടുതൽ വിശദീകരിച്ചിരുന്നത്. അദ്ദേഹം കൊലോസ്യക്കാർക്ക് എഴുതുന്ന ലേഖനം 1-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. മാത്രമല്ല, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സകലത്തിനും മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരവുമായിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ആ ജഡാവതാരം ചെയ്ത ദൈവത്തെയാണ് നമ്മുടെ കണ്ണ് കണ്ടിരിക്കുന്നത്. ഈ ഇൻകാർണേഷനാണ് ഇത് സാധ്യമാക്കി തീർത്തത്. അതാണ് ദൈവത്തെ വെളിപ്പെടുത്തി തന്നു എന്ന് പറയുന്നത്. അപ്പോ
അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല സൃഷ്ടിയുടെയും അവകാശിയുമാണ് മറിയാമിന്റെ പുത്രനായി ജനിച്ച് ഒരു പാവപ്പെട്ടവനെ പോലെ കീറ്റുശീലകളാൽ പൊതിയപ്പെട്ട് ഈ കല്ലടാവിൽ കിടക്കുന്നത്. ആ പുൽക്കൂട്ടിലെ മങ്ങിയ വെളിച്ചത്തിൽ, ആ തണുപ്പുള്ള രാത്രിയിൽ ആ ശിശുവിന്റെ മുഖത്തേക്ക് നോക്കി മനുഷ്യനായി പിറന്ന അവർ കണ്ടു. ആശ്ചര്യത്തോടെ ഇങ്ങനെ നിന്നു. അപ്പോ ജന്മപെരുന്നാളിന്റെ സന്ധ്യ നമസ്കാരത്തിലെ മറ്റൊരു ഗീതത്തിൽ ആ ഒരു രംഗം നമുക്ക് ശ്രവിക്കാം. ആ ഒരു ഗീതം ഞാൻ എടുക്കുമ്പോൾ യൂട്യൂബിൽ നമ്മൾ എടുക്കുന്ന പറഞ്ഞാൽ മ്യൂസിക് ഒന്നും ഇല്ലാത്ത ശാന്തമായിട്ട് ബ്രഹ്മവാർ ഭദ്രാസനത്തിലെ ബഹുമാനപ്പെട്ട ബ്ലസനച്ചൻ വളരെ സൗമ്യമായിട്ട് മധുരമായ ഒരു ശബ്ദത്തിൽ മ്യൂസിക് ഒന്നും ഇല്ലാതെ ആ പാട്ട് പാടിയിട്ടുണ്ട്. ഞാൻ അതെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ബേത്ലഹേം ഗുഹയിലെ ആ ഒരു ആംബിയൻസ് തന്നെ നമുക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഒരു ഗീതം നമുക്കൊന്ന് കേൾക്കാം. മശിഹ ജാതം ചെയ്ത ബേത്ലഹേമിൽ. മശിഹാജാതം ചെയ്ത ബേത്ലഹേമിൽ പ്രാചീൻ നിന്നെത്തി ജ്ഞാനികളവനെ മാനിപ്പാൻ രാജാവായി ജാതം ചെയ്തോനെങ്ങാവോ ഏകട്ടഭിവാദ്യം വന്നു വണങ്ങിൻ സാഷ്ടാംഗം കീറത്തുണി ചുറ്റി പാറപ്പൊത്തിലിതാ പാൽ നുകരും നയ്യോ ലോകമഹോന്നത ദേവേശൻ തലമുറകളിൽ മുമ്പൻ ശിശുപോൽ കരയുന്നു ഭൂതലവാസികളെ വന്നു വണങ്ങിൻ സാഷ്ടാംഗം എത്ര മനോഹരമാം ബേത്ലഹേം ഗുഹയിൽ ഈറയരും നരരും പാടിയ മോഹന സംഗീതം വിസ്മിതയായി മറിയാം ഭ്രമമാർന്നു യൗസേപ്പ് കീർത്തിതനായി പുത്രൻ വന്നു വണങ്ങിൻ സാഷ്ടാംഗം ഇന്നാൾ ദൈവത്തിൻ നന്ദന ജനനദിനെ മാനവദൂതഗണം വിസ്മയകര ഗീതം പാടി സ്തുതിദേവനുവാനിൽ ക്ഷിതിതന്നിൽ ശാന്തി മാനവനുത്തമമാം ശരണവുമെന്നുദ്ഘോഷിച്ചു. എത്ര മനോഹരവും ശാന്തവുമായിട്ടാണ് ആ ഒരു രംഗം പാടുന്നത് നമുക്ക് കേൾക്കാം. അപ്പോ ഈ പുത്രനായ ദൈവമാണ് ദൈവത്തിന്റെ യഥാർത്ഥ അറിവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പുതുപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിനെ പറ്റിയുള്ള അല്ലെ പിതാവിനെ പറ്റിയുള്ള ആ ജ്ഞാനം, ആ ഒരു അറിവ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പുത്രനായ ദൈവമാണ്. അപ്പോൾ മോശയുടെ ന്യായപ്രമാണത്തിന്റെ കണ്ണിലൂടെ മാത്രം ദൈവത്തെ പരിചയപ്പെട്ടിരുന്ന യഹൂദ ജനതയോടാണ് യേശു ക്രിസ്തു സംസാരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് ആ ന്യായപ്രമാണത്തിന്റെ കണ്ണിലൂടെ മാത്രമേ അവർക്ക് ആ ദൈവത്തിന്റെ അറിവ് അവർക്കുള്ളൂ. മോശ നൽകിയ അറിവാണ്. അപ്പോഴാണ് യേശു ക്രിസ്തു സംസാരിക്കുകയാണ് അവരോട് വന്നിരുന്നത്. നമുക്ക് അതൊന്ന് മനസ്സിൽ കാണാം. ആ മോശയുടെ ന്യായപ്രമാണം അതേപടി മനസ്സിലിരിക്കുന്ന ഒരു ഓഡിയൻസിനോട് യേശു ക്രിസ്തു സംസാരിക്കുകയാണ്. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കും, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് നിങ്ങൾ പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. ദൈവത്തിന് മുമ്പിൽ യാതൊരു മുഖപക്ഷവുമില്ല. അവൻ നീതികെട്ടവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഴ പെയ്യുകയും സൂര്യനെ അയക്കുകയും ചെയ്യുന്നു. വീണ്ടും ക്രിസ്തു പറയാണ്, മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം നൽകും. സ്വന്തം ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി വസ്തുക്കൾ നാനാവിധമാക്കിയ ഒരു മകന്റെ ഉപമ കർത്താവ് പറയുന്നുണ്ട്. മകന്റെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന ഒരു പിതാവ്. അതേ അധ്യായത്തിൽ വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിലാണ് ഈ ഉപമ നമ്മൾ കാണുന്നത്. അതേ അധ്യായത്തിൽ 99 ആടുകളും ആലയിൽ സുരക്ഷിതമായിട്ടിരിക്കുമ്പോഴും ആ കാണാതെ പോയ ഒരു ആടിനെ കൂടെ കണ്ടെത്തുവാൻ വേണ്ടി പോകുന്ന ഒരു ഇടയന്റെ ഹൃദയം കർത്താവ് വരച്ചു കാണിക്കുന്നുണ്ട്. ന്യായപ്രമാണം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വിധിക്കപ്പെടുന്ന ഒരു സ്ത്രീയെ തന്റെ അടുക്കൽ കൊണ്ടുവരുന്നവരോട്
നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യ കല്ലിവിടെ മേൽ എറിയട്ടെ എന്ന് പറയുന്ന ഒരു ദൈവം. സ്നേഹപൂർവ്വം ഇനിമേൽ പാപം ചെയ്യരുത് എന്ന ഉപദേശത്തോടെ പശ്ചാത്താപ വിവശയായിട്ടിരിക്കുന്ന ആ സ്ത്രീയോട് തിരിച്ചയക്കുന്ന ഒരു പിതാവിന്റെ ഹൃദയം. മാത്രമല്ല, കാൽവരിയിൽ കൈകളും കാലുകളും ആണികളാൽ കുത്തിത്തളയ്ക്കപ്പെട്ട് കഠിന വേദന അനുഭവിക്കുമ്പോഴും അത് ചെയ്തവരോട് ക്ഷമിക്കുവാൻ തന്റെ പിതാവിനോട് അപേക്ഷിക്കുന്ന ഒരു പുത്രന്റെ ഹൃദയം, ആ പ്രാർത്ഥന കൈക്കൊള്ളുന്ന ഒരു പിതാവിന്റെ ഹൃദയം. ഇതാണ് യേശുക്രിസ്തു നൽകുന്ന ദൈവിക കുടുംബത്തിന്റെ യഥാർത്ഥ ചിത്രം. അവിടെ റിലേഷൻഷിപ്പ് ആണ്, അല്ലാതെ ന്യായവും നീതിയും നിയമങ്ങളും അല്ല. അതുകൊണ്ട് പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ എഴുതുകയാണ്, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ മാറിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം എന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീങ്ങിപ്പോകും. അപ്പം യേശു ക്രിസ്തു നൽകിയ ആ വെളിച്ചത്തിന്റെ കണ്ണിലൂടെയാണ് പഴയ നിയമ പുസ്തകങ്ങൾ നാം വായിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ആൽബർട്ടിന് അറിയാം, നമ്മുടെ പള്ളികളിൽ, ഓർത്തഡോക്സ് ചർച്ചുകളിൽ, സുറിയാനി സഭയുടെ ഓർത്തഡോക്സ് ചർച്ചുകളിൽ നമ്മൾ വേദപുസ്തകം വായിക്കുന്ന പല ആരാധനയിൽ, വിശുദ്ധ കുർബാനയിൽ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ ഓരോ അധ്യായങ്ങൾ, ഓരോ പുസ്തകങ്ങൾ വായിക്കുന്നതിന് ഒരു ക്രമമുണ്ട്. ആദ്യം നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ട് പഴയ നിയമത്തിൽ നിന്നാണ് വായിക്കുന്നത്. ദൃഷ്ടാന്തങ്ങൾ, കർത്താവിനെ പറ്റിയുള്ള പ്രവചനങ്ങൾ, അത് വായിക്കുന്നത് നമസ്കാര മേശയിലാണ്. നമസ്കാര മേശയിൽ വായിക്കുമ്പോൾ അതിന്റെ സൈഡിൽ മെഴുകുതിരി വച്ച് പിടിക്കാറില്ല. മധുബ തുറക്കുന്നതിന് മുമ്പ്, മധുബായുടെ തിരശീല മാറി ആ സ്വർഗത്തിലേക്കുള്ള വെളിപ്പാട് വരുന്നതിന് മുമ്പ് ദൃഷ്ടാന്തി അതിന്റെ ഒരു ഇതായിട്ടാണ്, സിമ്പിളായിട്ടത് കാണിക്കുന്നത്. അപ്പോൾ മറ അടച്ചിട്ടിരിക്കുമ്പോൾ മെഴുകുതിരി ഇല്ലാതെ, വെളിച്ചമില്ലാതെ അവിടെ ഇവിടെയുള്ള ചില അടയാളങ്ങൾ, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ കാണുന്ന ആ പൂർണ്ണതയുടെ ചില അടയാളങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, യേശു ക്രിസ്തു പകർന്നു തരുന്ന വെളിച്ചത്തിലൂടെ വേണം നമ്മൾ പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കാൻ. നമുക്കറിയാം, കഴിഞ്ഞ വർഷം കൊറോണയൊക്കെ പുറപ്പെട്ടപ്പോൾ പലരും യെശയ്യാ പ്രവാചകന്റെ, യെരമ്യാ പ്രവാചകന്റെ ഒക്കെ പ്രവചനം എടുത്തിട്ട് ഇതാണ് ഇപ്പം നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വരികയുണ്ടായി. അപ്പോൾ വേദപുസ്തകം മാത്രം പഠിച്ചുകൊണ്ട് ദൈവശാസ്ത്രം നിർമ്മിക്കാൻ പോയാൽ ഇങ്ങനെയുള്ള അബദ്ധത്തിലേക്ക് വരും. അപ്പൊ ഓർത്തഡോക്സിയുടെ കൃത്യമായ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇതാണ്, പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ വേദപുസ്തകത്തെ പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണ് നമ്മുടെ വിശ്വാസമായിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പാടുന്നത്, വെളിവ് നിറഞ്ഞ ഒരു ഈശോ നിൻ വെളിവാൽ കാണുന്നു. വെളിവ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പകർന്ന അറിവാണ്. അറിവെന്ന് പറയുന്നത് മനുഷ്യന്റെ വെളിച്ചമാണ്. ആ വെളിച്ചത്തിലൂടെയാണ് നമ്മൾ കാണേണ്ടതും നമ്മൾ ദൈവത്തെ മനസ്സിലാക്കേണ്ടതും. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. വെളിവിയടിയാറഖില ധാരമതാ വെളിവും നീ കാന്ത്യ ഞങ്ങള നീ താതൻ കതിരേ ശോഭിപ്പിക്കെന്നും. അപ്പൊ ആ ഗീതത്തിൽ പറയുന്നത് എന്താണ്? അറിവിന്റെ അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ നിറവായ യേശുവെ, നീ തന്ന വെളിച്ചത്തിലൂടെ ദൈവത്തെയും ലോകത്തെയും കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തു പറയുകയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ നിത്യജീവൻ എന്ന് പറയുന്നത് ഒരു അറിവാണ്. യേശു ക്രിസ്തുവിനെയും ഏക ദൈവമായ അപിതാവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അതുകൊണ്ടാണ് നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസിന്റെ വളരെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട്, അൺഅസ്യൂംഡ് ഈസ് അൺഹീൽഡ്. അൺഅസ്യൂംഡ് ഈസ് അൺഹീൽഡ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശിബിച്ചാന് കഴിഞ്ഞ മുമ്പത്തെ വർഷം നമ്മളിത് ഇതിന്റെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഒരു തീമായിട്ട് എടുത്തപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഗ്രഹിക്കാത്ത കാര്യങ്ങൾ ദഹിക്കാതെ കിടക്കും എന്നാണ് അതിന്റെ തർജ്ജമ ചെയ്തത്. എന്ന് പറഞ്ഞാൽ, നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിൽ അറിവ് പൂർണ്ണമല്ലാത്ത കാര്യങ്ങൾ ഗ്രഹിക്കാതെ അങ്ങനെ തുടരും. അപ്പം ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗഖ്യം. രോഗിക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമല്ല. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ശരീരത്തിലുള്ള സൗഖ്യം മാത്രമല്ല, ശരീരത്തിനെക്കാട്ടിൽ കൂടുതൽ സൗഖ്യം വേണ്ടത് നമ്മുടെ മനസ്സിനാണ്. തെറ്റായ അറിവുകൾക്കാണ് സൗഖ്യം വേണ്ടത്. അതിനുള്ള സൗഖ്യം വരുമ്പോഴാണ് നമുക്ക് ശരിയായ അറിവുകളിലേക്ക്, ദൈവത്തിലേക്കുള്ള പാതയിലേക്ക് നമ്മളായിത്തീരുന്നത്. അപ്പോ അതാണ് ജഡാവതാരത്തിന്റെ 3-ാമത്തെ പ്രയോജനം. ഇൻകാർണേഷൻ വഴിയായിട്ട് ദൈവത്തെ പറ്റിയുള്ള യഥാർത്ഥ അറിവ് യേശു ക്രിസ്തു നമുക്ക് നൽകി. 3-ാമത്തെ പോയിന്റ് അല്ല, 2-ാമത്തെ പോയിന്റ് ആണ്. 2-ാമത്തെ പോയിന്റ് ഇപ്പൊ ഷിബിച്ചാൻ പറഞ്ഞതുപോലെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന പോലെ, നിന്നെയും നീ അയച്ച
പിതാവിനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ആ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി നമ്മള് നമ്മുടെ വിശുദ്ധ സഭയുടെ വിശ്വാസ സത്യങ്ങള് അല്ലെങ്കിൽ ഈ സഭയുടെ അടിസ്ഥാനപ്പെട്ട ഈ സദറകള് പ്രാർത്ഥനകളൊക്കെ കേൾക്കുമ്പോൾ മാത്രമേ ആ ഒരു ലൈറ്റിൽ നിന്ന് പഴയ നിയമ പുസ്തകങ്ങളെ നോക്കുമ്പോൾ മാത്രമേ കൃത്യമായിട്ടൊരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഇന്ന് പലരും തെറ്റിപ്പോകുന്നതിന് പ്രധാന കാരണം എനിക്കിപ്പോ മനസ്സിലായത് ഈ യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത്, എങ്ങനെയാണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് പലർക്കും ആ ഒരു തിരിച്ചറിവ് കിട്ടിയിട്ടില്ല. ശുഭിച്ച ഇപ്പൊ പറഞ്ഞ പോലെ ദഹിക്കാതെ കിടക്കുന്ന പലതുമാണ് ഇതുപോലുള്ള തെറ്റായ പ്രവണതകളിലേക്ക് പോകുന്നത്. നമുക്ക് ഇത് കൂടുതൽ നമുക്ക് സമയം കുറവുണ്ട്, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോവാം. അപ്പം കർത്താവിന്റെ ജഡാവതാരണത്തിന്റെ മൂന്നാമത്തെ പ്രയോജനം എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ ഭയവും അപരിചിതത്വവും മാറിപ്പോയി എന്നുള്ളതാണ്. ഭയങ്ങൾ മനുഷ്യൻ എപ്പോഴും ഒരു ജിജ്ഞാസയോടെ എന്താണ് നടക്കുന്നത്, എന്തുവാണ് സംഭവിക്കുന്നത്, ആരാണ് കൂടിയിരിക്കുന്നത്, ആരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ നമ്മളൊരു സ്ഥലത്ത് താമസിക്കുന്നു കരുതുക. അപ്പൊ അടുത്ത വീട്ടിൽ ആരാണ് താമസിക്കുന്നത് നമുക്ക് അറിയാൻ ഭയങ്കര ആകാംക്ഷയാണ്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യന്റെ അറിയാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഭയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ നമ്മളൊരു മറ്റൊരു രാജ്യത്ത് ചെല്ലുന്നത് നമ്മുടെ ഒരു ഇന്ത്യക്കാരനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഞാൻ ഇന്ത്യക്കാരൻ എന്നുള്ള കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ കേരളക്കാരനാണ് ഇച്ചിരൂടെ സന്തോഷമാണ്, നമ്മുടെ മലയാളി ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ജില്ലക്കാരനാണെന്ന് അറിയുമ്പോൾ ഇച്ചിരൂടെ സന്തോഷമാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ഗ്രഹിക്കുകയും നമുക്ക് അറിയുകയും ചെയ്യുന്നവരോടാണ് നമുക്ക് കൂടുതൽ ആ സംശയവും ഭയവും മാറി വരികയുള്ളൂ. അപ്പോ ഞാൻ കഴിഞ്ഞ തവണ വെക്കേഷന് പോയപ്പോൾ ഞാൻ ഓർക്കുന്നു, നമ്മുടെ നാട്ടിലെ വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ ഇവിടെ നമ്മുടെ അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്നത് വീട്ടിൽ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, രാത്രിയിൽ വെളിയിൽ നിന്ന് ഒരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ലാത്തൊരു ശബ്ദമാണ്. എന്തോ ഒരു വലിയ പാറപ്പുറത്ത് എന്തോ സാധനം വരയ്ക്കുന്ന പോലെ. ഇത് എന്താണെന്ന് അറിയാൻ ഒരു നിവൃത്തിയില്ല. രാത്രിയിൽ 10-11 മണിയായി. അപ്പം ഇങ്ങനൊരു ശബ്ദം കേട്ടിട്ടേ ഇല്ല. നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തായിരിക്കും ഇങ്ങനൊരു സൗണ്ട്. അവസാനം ഒരു ജനൽ തുറന്ന് ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ എന്താണെന്ന് അറിയാമോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ ഒരു 1.5 ലിറ്ററിന്റെ ഒരു MT വാട്ടർ ബോട്ടിൽ അവിടെ കിടക്കുന്ന ഒരു തെരുവുനായ കടിച്ച് വലിച്ച് വീട്ടിന്റെ മുറ്റത്ത് കിടക്കുന്ന ടൈലിൽ ഇട്ട് വരയ്ക്കുക. അപ്പൊ നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ശബ്ദമാണ്. അപ്പം ഈ അപരിചിതമായ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അല്ലെ അപരിചിതമായ ഒരു കാര്യം കേൾക്കുമ്പോഴാണ് നമുക്ക് എന്താണ് അത് അറിയാനുള്ള ആഗ്രഹമാണ്. അപ്പം മനുഷ്യൻ പ്രപഞ്ചത്തെ നോക്കുവാണ്, ശാസ്ത്ര അന്വേഷണത്തിലാണ്. ജീവന്റെ തുടിപ്പ് വേറെ വല്ല ഗ്രഹങ്ങളിലും ഉണ്ടോ, നമ്മൾ ഒറ്റയ്ക്കാണോ, അല്ലെങ്കിൽ ഇത് അറിയാൻ വേണ്ടിയുള്ള തുടർ അന്വേഷണത്തിലാണ്. അപ്പം വേറൊരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, അപ്പം നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്ന ഒരു അനാഥത്വം ഉള്ളപ്പോൾ നമുക്കൊന്നും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ വേറൊരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ കുറെ വർഷം മുമ്പ് ഇതുപോലൊരു നവംബർ മാസത്തിൽ നോർവേ സന്ദർശിക്കാൻ വേണ്ടി പോയി. നോർവേ പോയി, ആദ്യമായിട്ട് പോവാം. അപ്പൊ അവിടെ നോർവേ എന്ന് പറയുന്നത് പാതിരാസൂര്യന്റെ നാടെന്ന് പറഞ്ഞാലും ഈ ശൈത്യകാലത്ത് അങ്ങനെയല്ല. ശൈത്യകാലത്ത് രാവിലെ 8:30-9 മണിയായിട്ട് മാത്രമേ സൂര്യൻ ഉദിക്കുകയുള്ളൂ. വൈകിട്ട് 3-3:30 ആകുമ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിക്കുകയും ചെയ്യും. ബാക്കി പകൽ സമയം എന്ന് പറഞ്ഞാൽ തന്നെ മഞ്ഞ് മൂടിക്കിടക്കുക. അപ്പോൾ ഞാനവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തെരുവോരങ്ങളൊക്കെ നല്ല ക്രിസ്മസിൻ്റെതായ ഡെക്കറേഷൻ എല്ലാം കാണുന്നുണ്ട്. നല്ല ലൈറ്റുകളും ഇലച്ചിലുകളും ഒക്കെ ഇങ്ങനെ സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. ഒരു സന്ധ്യാസമയത്ത് ഒരു 6 മണി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങുക. അപ്പം അടുത്തിങ്ങനെ ഒരു ചെറിയ മലഞ്ചേരി പോലെ സ്ഥലമുണ്ട്. അപ്പൊ ഞാൻ സ്ട്രീറ്റിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഒരൊറ്റ മനുഷ്യ കുഞ്ഞുങ്ങളെ പോലും അവിടെ കാണാനില്ല, ഒറ്റ മനുഷ്യജീവിയെ പോലും കാണാനില്ല. ഞാൻ തന്നെയുള്ളൂ. എന്താ ലൈറ്റുകളൊക്കെ ഇങ്ങനെ കത്തി കിടക്കുന്നുണ്ട്, ചെറിയ വാം ലൈറ്റുകൾ, മഞ്ഞ് പൊഴിയുന്നു, സൈഡിലൊക്കെ എല്ലാം കാണുന്നു. പക്ഷെ എനിക്കിതൊന്നും കുറച്ച് ഒരു നടപ്പ് തന്നെ എനിക്ക് മതിയായി. കാരണം ഒരു മനുഷ്യനെ പോലും കാണാൻ പറ്റുന്നില്ല. അപ്പോ അങ്ങനെ വരുന്നുണ്ട്, നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയില്ല. അപ്പൊ അതുപോലൊരു അന്വേഷണത്തിലാണ് നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യരാശിയുള്ളത്. എത്രമാത്രം നമ്മൾ ഒറ്റയ്ക്കായിപ്പോയി, നമ്മൾ എത്രമാത്രം ഏകാന്തരാണ്. അപ്പം ഈ ഏകാന്തതയുടെ നടുവിലേക്കാണ് ദൈവം ഇറങ്ങി വരുവാണ്. മനുഷ്യരോട് സംസാരിക്കുമ്പോഴുള്ള ദൈവം പറയാണ്, ഭയപ്പെടേണ്ട, നമ്മുടെ ഭയങ്ങളിലേക്കാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത്. നമ്മുടെ അനാഥത്വത്തിന് പരിഹാരമായിട്ട്, നമ്മുടെ അപരിചിതത്തിന് പരിഹാരമായിട്ട് ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിൽ അവതരിച്ചു. അങ്ങനെ നമ്മുടെ ആ ഒരു ദൈവവുമായിട്ടുള്ള ആ ഒരു പരിചയക്കുറവ് നമുക്ക് മാറി. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ഒരിക്കൽ നമ്മൾ അന്യന്മാരും പരദേശികളുമായിരുന്നു, ഇനി നമ്മൾ അനാഥരല്ല, നമ്മൾ അപരിചിതരുമല്ല. ആൽബിയ വേദപുസ്തകത്തിന്റെ ഭാഗം ഒന്ന് വായിച്ചാൽ എല്ലാവർക്കും കേൾക്കാൻ പറയുന്നത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം
തന്റെ ജഡത്തിൽ നീക്കി. വേർപാടിന്റെ നടുച്ചുവര് ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിക്കാനും ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അവനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കാനും തന്നെ. അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാകുന്നു. അതെ, അപ്പം ക്രിസ്തു മനുഷ്യനായി അവതരിച്ച് നമ്മുടെ പാപസ്വഭാവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ദൈവത്തിനെ പറ്റിയുള്ള ആ അറിവ് കുറവിൽ നിന്നൊക്കെ മാറ്റി ഇരുപക്ഷത്തെയും ഒന്നാക്കി നിരപ്പും സമാധാനവും സൃഷ്ടിച്ചു. അങ്ങനെ യേശുക്രിസ്തുവിന്റെ ആ ശരീരത്തിലൂടെ ഭൗമികരും ആത്മീയരും ഒന്നായിട്ട് മാറുന്ന അത്ഭുതകരമായ ഒരു കാര്യമാണ് ഈ ഇൻകാർണേഷനിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ ഇതാണ് ഇൻകാർണേഷന്റെ അടുത്ത പ്രയോജനം, മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറയാനായിട്ടുള്ളത്. ഭയം മാറി, ആ ദൈവമായിട്ടുള്ള പരിചയക്കുറവ് മാറി. അടുത്തത് ലാസ്റ്റ് ഒരെണ്ണം കൊണ്ട് നമുക്ക് സമയമുണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നാലാമത്തെ പോയിന്റ്, ഭയം. മറ്റൊരു ഭയമാണ് മരണത്തെ പറ്റിയുള്ള ഭയം, മരിച്ചവരെ കുറിച്ചുള്ള ഭയം. അപ്പോ നമുക്കറിയാം, നാട്ടിലെ ഇടവഴിയിലേക്ക് നമ്മൾ നടക്കാൻ പോകുമ്പോൾ മരിച്ചവരുണ്ടോ, മരിച്ചവരെ പറ്റി പ്രേതങ്ങളുണ്ടോ, രാത്രിയായി പിന്നെ പേടിയാണ്. അപ്പോ ഈ ഭയത്തെ ഇല്ലാതാക്കുവാൻ ആണ് ദൈവം വന്നിരിക്കുന്നത്. മരണത്തിന്റെ അത് കാരണം എങ്ങനെയാണെന്ന് അറിയാമല്ലോ. മനുഷ്യന്റെ വീഴ്ചയുടെ ഫലമാണ് മരണം. നിങ്ങൾ നിശ്ചയമായി മരിക്കും എന്ന് ആദമിന്റെ ഭവൻ പറയാണ്. പക്ഷെ ആ മരണം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ നിന്ന് യേശുക്രിസ്തു തന്നെ, ജഡാവതാരം ധരിച്ച ദൈവം തന്നെ ആ മരണത്തിന്റെ ഭയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ തോൽപ്പിച്ചുകൊണ്ട് അവൻ ആ മരണത്തിൽ നിന്ന് തിരിച്ചു കയറി വന്നു. അതുകൊണ്ടാണ് നമ്മുടെ സഭ പ്രഖ്യാപിക്കുന്നത്, ആദാമിനെയും അവന്റെ സകല സന്താനങ്ങളെയും ഉയർപ്പിച്ചു. ദൈവം മശിഹ മരണത്തെ കൊന്നു. ഉയർപ്പിന്റെ പെരുന്നാളിൽ നമ്മൾ കഴിഞ്ഞ ലൈവിൽ നമ്മൾ വിശദമായിട്ട് ഇതിനെ പറ്റി ചർച്ച ചെയ്തതാണ്. ദൈവം ഉയർത്തു മഹത്വത്തോടാദാമിനെയും തൻ മക്കളെയും ജീവിപ്പിച്ചു. ദൈവം ഉയർത്തു മഹത്വത്തോടെ ആദാമിനെയും അവന്റെ സകല സന്താനങ്ങളെയും ജീവിച്ചു. അതൊരു പ്രത്യേക വിഭാഗം ജനങ്ങളെയോ അവന് വിശ്വസിക്കുന്നവരെയോ മാത്രമല്ല, സകല മനുഷ്യരും എല്ലാവരും ആദാമിന്റെ സന്താന നിലയിൽ അവരുടെ ആ മരണം എന്ന് പറയുന്ന അവരവസ്ഥയിൽ നിന്ന് അവരെ മാറ്റിക്കളഞ്ഞു. ഇനി നമുക്കൊരു പ്രത്യാശയുണ്ട്, നമ്മൾ മരിച്ചാലും കർത്താവിന്റെ രണ്ടാമത്തെ വരെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളൊരു പ്രത്യാശ. അപ്പം അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ടുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതുന്നത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ ജയം എവിടെ. അതുകൊണ്ട് മരണത്തെ പേടിക്കാതെ, മരിച്ചവരെ പേടിക്കാതെ, സുറിയാനി സഭയുടെ എല്ലാ പ്രാർത്ഥനകളിലും ഓരോ കൂദാശകളിലും ധൂപപ്രാർത്ഥനകളിലും നമ്മൾ മരിച്ചവരെ ഓർക്കുന്നു. മരണത്തെ ഭയമില്ല എന്ന് മാത്രമല്ല, വിശുദ്ധന്മാരും സഹദേന്മാരും മൗദ്യാനന്മാരും വിശ്വാസികളായിട്ട് മരിച്ചുപോയവരും രക്തസാക്ഷികളും എല്ലാം അടങ്ങുന്ന വലിയ ഒരു സംഘം, സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിന്നുകൊണ്ടാണ് നമ്മൾ ഓരോ ആരാധനയെ അർപ്പിക്കുന്നത്. അതാണ് ഓർത്തഡോക്സിയെ വ്യത്യസ്തമാക്കി മാറ്റുന്നത്. അപ്പോ സഭയ്ക്ക് ദൃശ്യവും അദൃശ്യവുമായ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. അപ്പൊ അതില് അദൃശ്യ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെക്കാട്ടും വളരെ വലുത്. കാരണം വിശുദ്ധ കുർബാന തുടങ്ങുന്നത് തന്നെ, നിന്നെ പ്രസവിച്ച മറിയാമ നിന്നെ മാമോദിസമുക്കിയ യോഹന്നാണ് ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും എന്നുള്ള പ്രാർത്ഥനയോടെയാണ്. നമ്മൾ മുമ്പേ കേട്ട സദരാ പ്രാർത്ഥന അവസാനിക്കുന്നത്, ഞങ്ങളുടെ വാങ്ങിപ്പോയവരും നിനക്ക് നിന്റെ പിതാവിനും സ്തുതിയും പിതാവിനും പുത്രനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. അപ്പൊ ആ വിശ്വാസമാണ്. അവർ സജീവരായിട്ടിരിക്കുന്നു, വിശുദ്ധന്മാർ സജീവരായിട്ടിരിക്കുന്നു. അവർ ആ ഒരു വിശ്വാസത്തിലെ ബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ പാടും, പ്രാർത്ഥനയിൽ സമയമിടല്ലോ മോർഗി വറുകി സഹദാ പതിവിൻ പടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്ക ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോൾ കൈവാട്ടേണം ബാറക്കുമോ. അപ്പോ ഓർത്തഡോക്സ് സഭയുടെ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ധൂപപ്രാർത്ഥനയിൽ
ഒരു പരിശുദ്ധനോടുള്ള മധ്യസ്ഥതയിൽ നിന്നുകൊണ്ട് സഭ മുഴുവനായും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഗീതമാണ് നമ്മൾ കേട്ടത്. പ്രാർത്ഥനയിൽ സമയമേതല്ലോ മാർഗീവർഗീ സഹത പതിവിൻ പടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കുക. ഈ കൂട്ടത്തിന്റെ നേതൃത്വം എടുത്തുകൊണ്ട് നീ പ്രാർത്ഥിക്കുക, നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുക. അല്ല നമ്മള് ദൈവത്തെ പോലെ അവരെ ആരാധിക്കുകയോ അല്ലെങ്കിൽ സാധാരണ ഓർത്തഡോക്സ് സഭയെ കുറ്റം നമ്മൾ കേൾക്കുന്നത് പോലെ പലരും നമ്മൾ പറയാറുള്ളത് പോലെ നിങ്ങൾ മരിച്ചുപോയവരെ ആരാധിക്കുക, അതല്ല ഇവിടെ നടക്കുന്നത്. സജീവരായ സാക്ഷികളുടെ വലിയൊരു സമൂഹം ഈ സഭയുടെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അവരോട് ചേർന്ന് നമ്മൾ അവനെ സ്തുതിക്കുകയാണ്. ഇതിന്റെ കാരണം കൂടെ ഉണ്ട്. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജീവനുള്ള ശരീരമായിട്ട് അതിൽ ഓരോ കല്ലുകളായിട്ടാണ് നമ്മൾ ഓരോരുത്തരും അതില് നമ്മളെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അപ്പം ക്രിസ്തു ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. അതെ, അപ്പം ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റ് മരണത്തെ തോൽപ്പിച്ച ക്രിസ്തു ആ മരണത്തിന് ശേഷം ക്രിസ്തുവിന്റെ ശരീരത്തിൽ മരിച്ചവരെ ഒക്കെയും നിർജീവരായിട്ടും ഇളകിപ്പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരത്തിൽ വീണ്ടും മരണത്തിന് അധികാരമുണ്ടെന്നാണ് തെറ്റായി ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ടാണ് സഭ പൂർണ്ണമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് സാക്ഷികളുടെ ഒരു സമൂഹം നമ്മുടെ എല്ലാ ആരാധന ഉള്ളതുകൊണ്ട് പരേതരെ സ്മരിക്കുന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയർ ആവകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അവിടെ നോക്കുക, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തന്നെ ജനിച്ചു. അപ്പോൾ അവന് ദൈവത്തോട്ടും വിട്ടുമാറാതെ നമ്മൾക്ക് ഏറ്റവും പരിചയമുള്ള നമ്മൾ കാണാനും ഗ്രഹിക്കാനും പറ്റുന്ന രൂപത്തിൽ അവൻ ജനിച്ചു. നമുക്കറിയാം, നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ പല വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. ഈ കെണിയിലൊക്കെ പെട്ട് കിടക്കുന്ന മൃഗങ്ങളെ രക്ഷിക്കാൻ പോകുന്ന ചില ആൾക്കാർ, കൊമ്പ് ഉരുങ്ങി കിടക്കുന്ന മാന്, അല്ലെങ്കിൽ കൈ ഒരു കെണിക്കകത്തായി പോയ കടുവ. അപ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ രക്ഷിക്കാനായിട്ട് സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള നല്ല ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷെ അവരവിടെ ചെല്ലുന്ന കാണുമ്പോൾ മൃഗങ്ങൾക്ക് ഭയങ്കര ഭയമാണ്. അതുങ്ങൾ പിന്നെയും വലിച്ച് കൂടുതൽ കുരുക്ക് മുറുക്കാനായിട്ട് നോക്കുന്നത്. കാരണം നേരെ മറിച്ച് അവരുടെ അതേ വംശത്തിൽപ്പെട്ട ഒരു മൃഗമോ പക്ഷിയോ ആയിരുന്നു അവിടെ ചെല്ലുന്നെങ്കിൽ ഇത്രയും പേടി വരത്തില്ല. അതാണ് ആദ്യം നമ്മൾ പറഞ്ഞ ഉദാഹരണം, ദി അൺഅസ്യൂംഡ് ഈസ് അൺഹീൽഡ്. ഗ്രഹിക്കാത്ത കാര്യങ്ങൾ ദഹിക്കാതെ കിടക്കും. ഈ മൃഗത്തിന് അറിയില്ല ഇതിനെ രക്ഷിക്കാനാണ് ചെന്നെന്നുള്ളത്. അപ്പം അതുകൊണ്ട് അതേ അവസ്ഥയിലായിരുന്നു മനുഷ്യൻ. പക്ഷേ മുറിവേറ്റിരിക്കുന്ന മനുഷ്യനാണ്, ഭയപ്പെടുന്ന മനുഷ്യനാണ്, സംശയിക്കുന്ന മനുഷ്യനാണ്. അവനെ തേടി ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു. എത്ര മനോഹരമായ കാര്യമാണ് നോക്കി. അവൻ നമ്മളെ പോലെ ജഡരക്തങ്ങളോട് കൂടിയായി പിറന്ന് ജീവപര്യന്തം മരണഭീതിയിൽ അതിൻ്റെയൊക്കെ വിടുവിച്ചു. മറിയത്തിന്റെ മകനായി ജനിച്ചു. ഇതൊരു തോന്നലോ അല്ലെങ്കിൽ അമ്മയുമായിട്ട് പൂക്കൾ കൂടി ബന്ധം പോലും ഇല്ലാതിരുന്ന ഒരു പുത്രനോ ഒന്നുമല്ല. നമ്മിൽ ഒരുവനായിട്ട് അവൻ ജനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഓർത്തഡോക്സിയില് പരിശുദ്ധ മാതാവിനോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഒരു മാതാവിന്റെ ഒരു ഐക്കൺ അല്ലെങ്കിൽ ഒരു പിക്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ മനുഷ്യനായി പിറന്ന ഉണ്ണിയേശു മാതാവിന്റെ കയ്യിൽ എപ്പോഴും കാണും. അമ്മയും മകനെ മാറ്റി നിർത്തിക്കൊണ്ടല്ല നമ്മൾ കാണുന്നത്. അപ്പം ആ കുഞ്ഞിനെ മറിയാം കയ്യിൽ എന്തിക്കൊണ്ട് നിൽക്കുമ്പോൾ മനുഷ്യവംശം മുഴുവൻ മഹത്വീകരിക്കപ്പെടുകയാണ്. കാരണം ആ അമ്മയുടെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞ് മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. അപ്പം നമ്മൾ മറിയാമിനോട് പ്രാർത്ഥിക്കുകയല്ല, മറിയാമിനോട് ആ ബഹുമതിപൂർവ്വം സഭ അവളെ മാനിക്കുകയാണ്. ഇന്നു മുതൽ സകല വംശങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞ് മാതാവ് തന്നെ പറഞ്ഞ് അതുകൊണ്ട് നമ്മൾ ആയിരിക്കുക, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, നിങ്ങളായിരിക്കുന്ന സഭ ഈ യേശുവിനെയും അവന്റെ അമ്മയെ മറിയേയും ഒരുമിച്ച് ആ പരിശുദ്ധ മാതാവിനെ ഒരുമിച്ചാണോ ബഹുമാനിക്കുന്നത്? അത് തലമുറയോളം നിങ്ങൾക്ക് ആ ബഹുമാനം കൊടുക്കുന്നുണ്ടോ അതോ ആക്ഷേപിക്കുകയാണ്? ചിന്തിക്കുക. അതാണ് അപ്പസ്തോലിക സഭകളെയും അല്ലാത്ത സഭകളെയും തമ്മിൽ തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ്. അപ്പം അറിവിലൂടെയാണ് മരണത്തെ കുറിച്ചുള്ള മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള അറിവ് യേശുക്രിസ്തു കൊണ്ടുവരുവാണ്. ആ മരണത്തിനെ കുറിച്ചുള്ള സംശയം മാറി മരണത്തിന് ശേഷം എന്താണെന്നുള്ള അറിവ് കിട്ടി. അതിനുശേഷം ഉയർപ്പിനും അതിനുശേഷമുള്ള നിത്യജീവനിലേക്കുള്ള പ്രത്യാശയുടെ അറിവ് കിട്ടി. അതുകൊണ്ട് വിശുദ്ധ സഭ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന പ്രധാന ആചാര്യനും ജനങ്ങളും ചേർന്ന് ചൊല്ലുന്ന ഒരു പ്രാർത്ഥന ശ്രദ്ധിക്കുക. കർത്താവേ, നന്നാല് മുഖങ്ങളുള്ള ക്രൂബേന്മാരും 6 ചിറകുകളുള്ള സ്രോപ്പേന്മാരും
നിന്റെ സന്നിധിയിൽ ചുറ്റി നിന്നുകൊണ്ട് നിർമ്മല കീർത്തനങ്ങളും ദൈവീകമായ ഗാനങ്ങളും പാടി നിന്നെ സ്തുതിച്ച് അട്ടഹസിക്കുന്നു. അവരോടുകൂടെ ബലഹീനരായ ഞങ്ങളും കാദീശ് എന്ന് പാടി നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഉമാസാഖീൻ ഉഖോയീൻ ഓമാറീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഊശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. നമ്മുടെ വിശുദ്ധ കുർബാനയുടെ പല തക്സാകളുണ്ട്, നമുക്കറിയാം. അതില് യാക്കോബിന്റെ തക്സയിൽ വളരെ പ്രശസ്തമായ ഇതേ പ്രാർത്ഥന, ഈ ഭാഗത്തുള്ള പ്രാർത്ഥന നമുക്കറിയാം. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഭൂമി, സമുദ്രം, അതില് സ്വർഗീയ യെരൂശലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതന്മാർ, പിന്നെ മലാഖമാരുടെ ഗണങ്ങൾ എല്ലാവരും ചേർന്ന് മഹത്വപ്പെടുത്തുന്നവനെ നമുക്ക് മഹത്വപ്പെടുത്താം. അതിന്റെ മറുപടിയായിട്ടാണ് ജനങ്ങൾ പറയുന്നത്, തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. അപ്പോ ഈ അറിവിന്റെ നിറവിൽ നിൽക്കുന്ന സഭയാണ് ഓർത്തഡോക്സ് സഭ, സുറിയാനി ഓർത്തഡോക്സ് സഭ. ആ നിറവിന്റെ തികവിൽ പ്രാർത്ഥിക്കുന്നവരാണ് ഓർത്തഡോക്സ് വിശ്വാസികളുടെ സമൂഹം. അപ്പോ ഇവിടെ അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയും ഈ വിശ്വാസം സംശയിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരും രോമാഞ്ചത്തോടുകൂടി വേണം ഈ പ്രാർത്ഥനകൾ മനസ്സിലാക്കുകയും ശ്രദ്ധിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യാൻ. നമ്മൾ ആദ്യം പറയുന്നത് വീണ്ടും പറയുന്നു, ഗ്രഹിക്കാത്ത കാര്യങ്ങൾ ദഹിക്കാതെ തുടരും. അത് നമ്മൾ തന്നെ ശ്രമിച്ച് അത് മനസ്സിലായി മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മളിപ്പോ പ്രാർത്ഥന നമ്മൾ കേട്ടത്. ഇനി നമ്മളിത് മരിച്ചവരെ പറ്റിയുള്ള ധൂപപ്രാർത്ഥനയുടെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം 37-ാം വാക്യത്തിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന അതിനെ പ്രൂവ് ചെയ്യാനായിട്ട് കർത്താവ് പറയുന്നതാണ്. മുൾപ്പടർപ്പിന്റെ ഭാഗത്ത് കർത്താവ് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ മോശയോട് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും അതിനാൽ സൂചിപ്പിച്ചിരിക്കുക. അപ്പോ മോശയുടെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ദൈവം സ്വയം പരിചയപ്പെടുത്തുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ 3 വലിയപ്പന്മാരുടെ അല്ലെങ്കിൽ 3 പിതാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഒരു 3 പേരും കടന്നുപോയവരാണ്. പക്ഷേ ദൈവം പറയുകയാണ് അവര് ജീവനോടെ ഇരിക്കുന്നു. യേശു കർത്താവ് അവിടെ പറയുന്നുണ്ട്, ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. കാരണം എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ. അദ്ദേഹം വീണ്ടും യേശു ക്രിസ്തുവിനോട് ആഡ് ചെയ്യുകയാണ്, നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു. ഇതാരെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ തന്നെ ആലോചിക്കുക. വളരെ തെറ്റിപ്പോകും. ദൈവമോ ജീവനുള്ളവരുടെ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ. അതെ, എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അതെ, വിശ്വാസികളായ വാങ്ങിപ്പോയ പരേതർക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥനകളും അങ്ങനെയാണ് നമ്മൾ പാടുന്നത്. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ നിൻ ജീവാസ്വരം അതുണർത്തണമേ കബറേന്നുദ്യാനത്തിനായി. അപ്പം നമ്മളിന്ന് വാങ്ങിപ്പോയവരും നമ്മൾ ജീവനോട് ഇരിക്കുന്നവരും എല്ലാം ഈ സഭയിലൂടെ ക്രിസ്തുവിലൂടെ ഒന്നായി തീരുകയാണ്. ഇത്ര ശ്രേഷ്ഠമായ വിശ്വാസം ഇത്ര ക്ലാരിറ്റിയോട് പറയുന്ന മറ്റൊരു സഭയും മറ്റൊരു ലിറ്റർജിയും എവിടെ കാണാൻ കിട്ടും? ഇവിടെ ഗ്രഹിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അറിവിന്റെ നിറവിലാണ്. ഇവിടെ പേടിയില്ല, ഭയമില്ല. എല്ലാം വ്യക്തതയോടെ ക്രിസ്തു നൽകിയ അറിവുകളെ അതേപോലെ പിതാക്കന്മാർ പകർന്നു നൽകുക. വചനമായ ദൈവത്തിന്റെ ജഡാവതാരത്തെ കുറിച്ച് 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദൈവത്തെ കാണുവാൻ സാധിച്ചു. അത് ഒന്നാമത്തെ. കാണാൻ സാധിച്ചു. ദൈവത്തെ മുഖാമുഖമായി സാധിച്ചു. പിതാവായ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി. പിതാവായ ദൈവത്തെയും പരിശുദ്ധ റൂഹായെയും പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന ഭയങ്ങള് ആ വെളിച്ചം വന്നതോടുകൂടി ഭയമില്ലാതെയായി. ഭയത്തെ മാറ്റി മരണത്തെ, അതുവരെ പേടിച്ചിരുന്ന മരണത്തെ മിശിഹ കൊന്നു. ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഷിബുജക്ക് വെച്ചാൽ ഇന്ന് നമ്മളോട് സംസാരിച്ചത്. ഈ മഹത്തായ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുവാണ്. അപ്പൊ അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന അവസാനിപ്പിക്കുമ്പോൾ അവസാനത്തെ ആശീർവാദത്തിൽ പുരോഹിതൻ തന്റെ ഇടത്ത് കൈ വിശുദ്ധ ത്രോണോസിലേക്ക് വെച്ചുകൊണ്ട് നമ്മളെ ആശീർവദിക്കുമ്പോൾ പറയുന്നത്, കർത്താവിന്റെ ജയമേറിയ വിശുദ്ധ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയുടെ റൂഷ്മയാൽ മുദ്ര കുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കും.
അപ്പം നമ്മളോട് രക്ഷിക്കപ്പെട്ടതാണോ എന്നാലും ചോദിച്ചാൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല. വിശുദ്ധ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും മാമോദീസായാൽ നമ്മൾ മുദ്ര കുത്തപ്പെട്ടവരുമാണ്. ആ മാമോദീസായാൽ മുദ്ര കുത്തപ്പെടുന്ന ആൽബർട്ട് മുമ്പോട്ട് സഞ്ചരിക്കുകയാണ്. അത് ആ മുദ്ര കുത്തപ്പെടുന്നത് എറ്റേണിറ്റിയിലേക്കാണ്. അവിടെ അല്ലാതെ ഒരു ദിവസത്തേക്കല്ല. അവിടെ നിന്ന് പടിപടിയായി വളർന്ന് അറിവ് കൂടി ക്രിസ്തു എന്ന തലയോളം വളരുക. അതാണ് അവിടെ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ മഹത്തായ ജന്മപ്പെരുന്നാളിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ ക്രിസ്തു എന്ന ഈ അറിവിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കട്ടെ. ആ വെളിച്ചത്തിന്റെ കണ്ണുകളിലൂടെ ദൈവത്തെയും ദൈവിക പദ്ധതിയെയും മനസ്സിലാക്കുവാൻ, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ നമുക്ക് സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ക്രിസ്തുമസിന്റെ ആശംസകൾ നേർന്നുകൊണ്ടും ഈ ലൈവ് നിങ്ങൾ നിർത്തട്ടെ. ആൽബിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവസാനമായിട്ട്? കൺക്ലൂഡ് ചെയ്യാം. ചെയ്തോ. സർവ്വജനത്തിനും ഉണ്ടാവുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് നമുക്കായി ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്ന ക്രിസ്തുമസ് ആശംസകള് എല്ലാവർക്കും ഞങ്ങളുടെ പേര് ഞങ്ങൾ നേരുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ഷിബു ജേക്കബ് അച്ചാൻ നമ്മളോട് പറഞ്ഞത് മനുഷ്യാവതാരം കൊണ്ട് അല്ലെങ്കിൽ ജഡാവതാരം കൊണ്ട് മനുഷ്യവർഗത്തിനുണ്ടായ ഗുണങ്ങള് അത് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കാനും വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, ഉദാഹരണ സഹിതം മനസ്സിലാകുന്ന രീതിയിൽ നമ്മളോട് ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മള് ജന്മപ്പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ എത്ര വലിയ അത്ഭുതങ്ങളാണ് ക്രിസ്തുവിലൂടെ നമുക്ക് നേടിയിരിക്കുന്നത്, എത്ര വലിയ പ്രതീക്ഷകളാണ്, പ്രത്യാശകളാണ് എന്നുള്ള ആ ഒരു ഉത്തമമായ ബോധ്യം നമ്മൾ മനസ്സിലാക്കുവാന് നമുക്കിടയാകണം. അതുപോലെ തന്നെ നമ്മുടെ ദൈവീകരണം, അതായത് മനുഷ്യൻ ദൈവമായത് ദൈവീകരണ പദ്ധതിക്ക് വേണ്ടിയാണ്. ആ ദൈവം മനുഷ്യനായി മാറിയത് മനുഷ്യരെ എല്ലാം ദൈവീകരാക്കാൻ വേണ്ടിയാണ്. ആ ഒരു ഉത്തമമായ ബോധ്യത്തിൽ നമുക്ക് ജീവിതം മുമ്പോട്ട് നീക്കാം. എല്ലാവരും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇവിടെ സംബന്ധിച്ച എല്ലാവർക്കുള്ള നന്ദി ഒറ്റ വാക്കിൽ അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. രക്ഷിതരാം ജാതികളെ വരുവിൻ, നിങ്ങൾ തനയൻ തൻ ജനനത്തിൽ സ്തോത്രം പാടിൻ. കൈകൊട്ടി പാടിടുവിൻ നിങ്ങൾ തനയൻ തൻ ജനനത്തിൽ സ്തോത്രം പാടിൻ. താണത്തീട്ടീറേന്മാർ ബേത്ലഹേമിൽ തനയൻ തൻ ജനനത്തിൽ സ്തോത്രം പാടിൻ.